നമസ്തേ, എല്ലാവർക്കും സംഘം ടോക്സിന്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുലദേവത ആരാണ്? കുലദേവതയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? സനാതന ധർമ്മത്തിൽ കുലദേവത ആരാധനയ്ക്കുള്ള പ്രസക്തി എന്താണ്? എങ്ങനെയാണ് കുലദേവത ആരാധിക്കേണ്ടത്? അതിനൊരു പ്രത്യേക പദ്ധതിയുണ്ടോ? ക്രിയാകർമ്മങ്ങളുണ്ടോ? എല്ലാത്തിനുമുപരി ആർക്കൊക്കെ ഇത് പിന്തുടരാം അല്ലെങ്കിൽ ആചരിക്കാം? ഇന്ന് കേരളത്തിലെ പല ഹിന്ദു വീടുകളും തറവാടുകളും നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവയെല്ലാം. ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ ഇന്നും നമ്മുടെ കൂടെയുള്ളത് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി വർഷങ്ങളായി ഹിന്ദു സമൂഹത്തിന്റെ ഉത്തേജനത്തിനായി പ്രയത്നിക്കുന്നു. ഭാഷാശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും മലയാളത്തിലും ഇംഗ്ലീഷിലും കവിയുമായ ഇദ്ദേഹം 2016 കൊല്ലൂരിൽ ഹൃദയവിദ്യാ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. 2019 പ്രതീക്ഷ ഫൗണ്ടേഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ലഭിച്ച ഇദ്ദേഹത്തിന് യജുർവേദത്തിൽ പരമ്പരാഗതമായ പരിശീലനവും തന്റെ മുത്തശ്ശൻ ശ്രീ ഗുരുമൂർത്തിയിൽ നിന്നും ശ്രീവിദ്യാ ദീക്ഷയും ലഭിച്ചിട്ടുണ്ട്. സദ്ഗുരു ശ്രീ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനാണ് വിദ്യാസാഗർജി. വിദ്യാസാഗർജി, സംഘം ടോക്സിന്റെ ഈ സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലജ ധർമ്മം ച മാം ച പാലയ പാലയ. സവിശേഷമായ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഭാരതം ഒട്ടുക്കും തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തെമ്പാടും തന്നെ ഉണ്ടായിരുന്ന കുലദേവതാ സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നടക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്ത് എനിക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം, ഒട്ടും തന്നെ ഇതേപ്പറ്റി ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പോ നടത്താതെയാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. കാരണം ഇത് നമ്മുടെ നിത്യാനുഭവത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതേപ്പറ്റി ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ വിഷയത്തിൽ അനേകം ഗവേഷണങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ടെന്ന കാര്യം അത്ഭുതാവഹമാണ്. നമുക്കറിയാം, കുലദേവത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കാവും ഒരു തറയും അവിടെ ഉരുളൻകല്ലുകളും വിളക്കും ഒക്കെയാണ് വരുന്നത്. പക്ഷേ അതിലുപരി കുലദേവത എന്ന സങ്കല്പത്തിന് ആദി പിതാക്കൾ എന്നറിയപ്പെടുന്ന ശിവശക്തികളുമായാണ് ബന്ധം. കാരണം ഈ ലോകത്തിന് ഒരു രക്ഷിതാവുണ്ടോ, ദുഃഖങ്ങൾക്കൊരു അറുതിയുണ്ടോ, തലമുറകൾക്ക് ഒരു സംരക്ഷണ കവചമുണ്ടോ എന്ന മനുഷ്യന്റെ അന്വേഷണത്തിൽ നിന്നാണ് ആരാധനയുടെ തുടക്കം. കുലദേവത എന്നത് എങ്ങനെയാണ് അല്ലാത്ത തരത്തിലുള്ള ഈശ്വര സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഈശ്വരനെ ആരാധിച്ചാൽ പോരെ, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ വിളിച്ചാൽ പോരെ, എന്തിനാണ് കുലദേവത, എന്താണ് ഈ കുലദേവത? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തെരുവോരങ്ങളിൽ അലങ്കരിക്കുന്നത് വന്ധ്യതാ ക്ലിനിക്കുകളാണ്. വന്ധ്യതയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ എൻ്റെ അറിവിൽ ഏറ്റവും ആഴത്തിൽ വന്ധ്യതയുമായി ബന്ധപ്പെട്ടാണ് ഒരു കുലദേവത നിലനിൽക്കുന്നത്. കുലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലെ പുരുഷന് പ്രജനന ശേഷി ഉണ്ടാവുക, സ്ത്രീക്ക് ആ ഗർഭം താങ്ങാനുള്ള ശേഷി ഉണ്ടാവുക, സുഖപ്രസവം ഉണ്ടാവുക, കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുക, ആ കുഞ്ഞ് അംഗങ്ങൾക്ക് യാതൊരു കേടുപാടും കൂടാതെ വളരുക, ബുദ്ധി വികസിക്കുക, അവൻ ലോകത്തിന് ഗുണമുള്ളവനായി തീരുക, അവൻ അവന്റെ പ്രജയെ ഉണ്ടാക്കുക. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി ക്രമങ്ങളെ വളരെ മനോഹരമാം വണ്ണം സംരക്ഷിക്കാൻ വേണ്ടി ഓരോ തറവാടും അവരുടെ ശേഷിക്കനുസരിച്ച് ഓരോ ദേവതയെ അവരുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരായിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടോ സംരക്ഷണ കവചമായിട്ടോ വെച്ച് ആരാധിക്കുന്നത് പഴയ സമ്പ്രദായം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയോടൊത്ത് ഏതാനും മണിക്കൂറുകൾ, അമ്മയുടെ അടുത്തൊരു 4-4.5 മണിക്കൂർ ഞാൻ ഇരിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പൊ അമ്മ ഇങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ അമ്മ പറഞ്ഞു, സ്പെയിനിൽ നിന്നാണ് ഏറ്റവും അധികം ഭക്തന്മാർ വരുന്നത്. ഇവിടെ സ്പെയിനിൽ ഒരുപാട് പേര് ഈ മാതൃഭക്തിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഞാൻ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ നിന്ന് അവിടുത്തെ പഴമക്കാര് അമ്മയ്ക്ക് വളരെ പഴയ ഒരു മുത്തശ്ശിയുടെ വിഗ്രഹം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മുത്തശ്ശി ദേവതയാണ് ഞങ്ങളെല്ലാം ക്രിസ്തുമതത്തിന്റെ വരവിന് മുൻപ് ആരാധിച്ചിരുന്നതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. വളരെ വളരെ സാങ്കത്യമുള്ള വിഷയമാണ്.
എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് സ്പെയിൻ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ഏത് ഈസ്റ്റ് ഓർ വെസ്റ്റ് ആ വ്യത്യാസമില്ലാതെ തന്നെ പറയാൻ പറ്റും, അമ്മ എന്നൊരു സമ്പ്രദായം, അമ്മ എന്നൊരു ദേവത എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. അത് യാതൊരു സംശയവുമില്ല. ക്രിസ്തുമതം പോലും ഈ യഹോവ എന്ന പുരുഷ ദൈവത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അമ്മയെ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. 80കളിൽ അവർ ഈ മറിയത്തെ ഒരു അമ്മ സങ്കല്പമായി അവതരിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണം മനുഷ്യൻ ഒരു പുരുഷ ദൈവത്തെ ആരാധിച്ചാൽ കിട്ടാത്ത ഒരു തൃപ്തിയും ദാഹനിവൃത്തിയും അമ്മ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഉണ്ടാവുന്നു എന്നത് സുസ്പഷ്ടമാണ്. ഒരു പക്ഷേ ഒരു ജനത അക്രമത്തിലേക്ക് പോകുന്നത് അവിടെ ഒരു അമ്മ ദൈവത്തിന്റെ അഭാവം കൊണ്ടാണെന്ന് ഞാൻ പറയും. നമുക്കറിയാം, ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബിയുടെ വരവിന് ശേഷം അമ്മ ദൈവങ്ങളെല്ലാം ഇല്ലാതായി. അതിനു മുമ്പുണ്ടായിരുന്നു അല്ലാത്ത, അൽ ഉസ്സ, അൽ മനാത്ത തുടങ്ങിയിട്ട് അറബികൾക്ക് 360 ദിവസമാണ്, ചാന്ദ്ര കാലണ്ടറാണ് അവർക്ക്, ലൂനാർ കാലണ്ടറാണ്. ആ 360 ദിവസത്തേക്ക് ഓരോ ദിവസവും ഓരോ ദേവതകളെ ആരാധിച്ചു വന്നിരുന്നവരാണ് അക്കാലത്തെ അറബികൾ. അക്കാലത്ത് അവർ അക്രമരഹിതരായിരുന്നു. കച്ചവടം ചെയ്യുക, സമ്പത്തുണ്ടാക്കുക, പ്രജകളെ സൃഷ്ടിക്കുക, ജീവിക്കുക, അതായിരുന്നു അവരുടെ ജീവിത രീതി. ഇസ്ലാമിന്റെ ഓൺസ്ലോട്ടിന് ശേഷം, വരവെന്ന് പറഞ്ഞുകൂടാ, ഓൺസ്ലോട്ടിന് ശേഷം ആദ്യം അവർ ചെയ്തത് ഈ ദേവതകളെയെല്ലാം തച്ചുടക്കുകയും ആകാശത്തുള്ള ഒരു ദേവൻ മാത്രം മതി, അതിന്റെ പ്രവാചകൻ താനാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അത് തെറ്റല്ല. ലോകത്ത് പലയിടത്തും പല രീതിയിൽ പ്രവാചകന്മാരാൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അവരുടെ അനുഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മതങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ മാതൃദേവതകൾ ഇല്ലാതായപ്പോൾ എന്ത് സംഭവിച്ചു? നിലയ്ക്കാത്ത രക്തച്ചൊരിച്ചിലായിരുന്നു പിന്നീട് ലോകം മുഴുവൻ അതിന്റെ അനുയായികളിലുണ്ടായത്. കാരണം ഇത് അടിസ്ഥാനപരമായ ഒരു മാതൃബിംബത്തോടുള്ള അവജ്ഞയിൽ നിന്നാണ് ഇത്ര ക്രൂരമായ നടപടിയിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നത്. ഏറ്റവും വലിയൊരു ക്രിമിനൽ പോലും അവന്റെ അമ്മ, സ്നേഹമയിയായ അമ്മ എന്ന് ഓർക്കുമ്പോൾ അവിടെ അവന്റെ മനസ്സ് പോലും അരിഞ്ഞു പോകും. പക്ഷെ അത്തരത്തിൽ സാന്ത്വനിപ്പിക്കാൻ ഒരു അമ്മ സങ്കല്പം ഇല്ലാത്ത മതങ്ങളിലെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ അവർ ഭീരിതമായ അക്രമങ്ങളെ നേരിടേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർ രക്തരൂഷിതമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരായിത്തീരുന്നു. അപ്പം നമുക്കറിയാം, ഉണ്ടാക്കി വെച്ചതിനെ നശിപ്പിക്കുന്ന ശക്തി ഒരിക്കലും അതൊരു അമ്മ ശക്തിയല്ല, അതൊരു അച്ഛൻ ശക്തിയാണ്, സംഹാരമെന്ന്. ഇപ്പൊ എവിടെയാണ് നമുക്കറിയാം, കേരളത്തിലെ കാവുകൾ എടുത്താൽ 13 പ്രശസ്തമായ വലിയ കാവുകൾ, വടക്ക് ഉള്ള കാവുകൾ എടുക്കുക, അല്ലെങ്കിൽ വള്ളുവനാട്ടിൽ മാത്രമുള്ള 18 കാവുകൾ എടുക്കുക, ഇതെല്ലാം അമ്മക്കാവുകളാണ്, എല്ലാം അമ്മക്കാവുകളാണ്. അവിടെ ചിലയിടങ്ങളിലൊക്കെ ശിവനെയും പ്രതിഷ്ഠിച്ച് കാണാറുണ്ട്. പക്ഷെ അവിടെയും നമ്മുടെ സങ്കല്പത്തിലെ ശിവൻ എന്ന് പറയുന്നതും പാതി അമ്മയാണ്. അതുകൊണ്ട് തമിഴിൽ തായുമാനവർ എന്നാണ് ശിവനെ വിളിക്കുന്നത്. തായുമാണവൻ, അച്ഛനും അമ്മയും കൂടിയാണ്. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാളെ എടുക്കാൻ പറ്റില്ല. ശക്തി എടുത്താൽ ശിവനും കൂടെയുണ്ട്, ശിവനെ എടുത്താൽ ശക്തിയും കൂടെയുണ്ട്. അപ്പൊ മാതൃത്വത്തെ തന്റെ ഉടലിനോട് പാതി ചേർത്തിരിക്കുന്ന, സമാസമം ചേർത്തിരിക്കുന്ന, പാലിൽ പഞ്ചസാര കലക്കിയ പോലെ മധുരവും പാലും പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായ നമ്മുടെ മഹാകവിയായിരിക്കുന്ന കാളിദാസൻ പറഞ്ഞതുപോലെ വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗതഃപിതരവും വന്ദേ പാർവതി പരമേശ്വരവും. ഈ വാക്കും അർത്ഥവും പോലെ പിരിയാൻ പറ്റാത്തവണ്ണം ഒന്നിച്ചിരിക്കുന്നതാണ് ശിവനും ശക്തിയും. അത് ജഗത്തിന്റെ പിതാക്കളാണ്, പ്രൈമോഡിയൽ ഫാദേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് ജഗദ്ഗുരു മഹാകവിയായിരിക്കുന്ന കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വളരെ സുസ്പഷ്ടമാണ്. അതായത് ഒരു പുരുഷൻ പൂർണ്ണമായും പുരുഷ ഹോർമോൺ മാത്രമുള്ളവനല്ല, ഒരു സ്ത്രീ പൂർണ്ണമായും സ്ത്രീ ഹോർമോൺ മാത്രമുള്ളവളല്ല. ഇതിന്റെ ഒരു ഓർഡറാണ് പ്രപഞ്ചത്തെ കൊണ്ട് നടക്കുന്നത്. അപ്പോ ഒരു കുടുംബത്തിൽ പ്രജകൾ ഉണ്ടാവുന്നില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല, വന്ധ്യത വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ സുസ്പഷ്ടമായി പറയാവുന്ന കാര്യം അവരുടെ പാരമ്പര്യം, കുലദേവത ആരാധന എവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ട്, വിച്ഛിത്തി വന്നിട്ടുണ്ടെന്നാണ്. ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും ചോദിച്ചാൽ, കാവുകളിലെ ആരാധന നോക്കി. ഇപ്പൊ ഈ കാവുകളിൽ നിന്നാണ് ഓരോ കുടുംബത്തിലേക്കും ദേവതകൾ വന്നിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്മ എന്നൊരു സങ്കല്പം എടുക്കുക. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത് ശ്രീ കുരുമ്പ എന്ന് പറയും, അല്ലെങ്കിൽ ഭദ്രകാളി എന്ന് പറയും, ബാലഭദ്ര എന്ന് പറയും, പല രീതിയിൽ കൊടുങ്ങല്ലൂർ അമ്മയെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അതൊരു യുദ്ധദേവതയാണ്. തമിഴിൽ സംഘകാല സാഹിത്യത്തിൽ കൊച്ചവൈ എന്ന് പറയുന്ന കൊച്ചവൈ നമ്മുടെ നാട്ടിലേക്ക് വന്ന ശേഷം അതിന്റെ രൂപം മാറി കാളി, ഭദ്രകാളി ആയിട്ടുണ്ട്, ചാമുണ്ടി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ദുർഗ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്, കുരുമ്പ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിൽ തന്നെ കൊട്രാളിക്കാവുണ്ട്. കൊട്രാളി എന്ന് പറഞ്ഞാൽ കൊട്ടവ ഇരിക്കുന്ന കൊട്ടവ ഭദ്രകാളിയാണ്. അപ്പൊ യുദ്ധദേവതയാണ്. യുദ്ധദേവതകൾ കടൽ തീരത്ത് വന്ന് അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. കടൽ തീരത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇത് പരശുരാമന്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ഗോകർണത്ത് നിന്നും
പരശുരാമൻ മഴുവിറങ്ങെന്നാണ് പറയുന്നത് കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടി. ഗോകർണ ദേശം മുതൽ ശുചീന്ദ്രം വരെയുള്ള സ്ഥലത്തെ കേരളം എന്ന് വിളിച്ചു. ഇത് മന്ത്രമൂർത്തികളുടെ സ്ഥാനമാണെന്നാണ് പറയുന്നത്. മന്ത്രമൂർത്തികളുടെ മന്ത്രത്താൽ ബന്ധിച്ച് ആവാഹിച്ച് താങ്കളുടെ കുലങ്ങൾക്ക് അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദേവതകളെയാണ് മന്ത്രമൂർത്തികൾ എന്ന് വിളിക്കുന്നത്. മന്ത്രം കൊണ്ട് അടക്കിയ മൂർത്തികൾ അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് പ്രസാദിപ്പിക്കുന്ന ദേവതകൾ. അപ്പൊ നമുക്കറിയാം ഈ കൊற்றവയായാലും ഭദ്രകാളിയായാലും ചാമുണ്ടിയായാലും ചണ്ഡികയായാലും ഏത് ദേവതയായാലും ഇതെല്ലാം ഒരു മാതൃബിംബത്തെയാണ് സൂചിപ്പിക്കുന്നത്, മാതൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ കൊற்றവയുടെ ഒക്കെ മൂലസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്ഥാനമാണ് മധുരൈ മീനാക്ഷി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ മധുരയിലെ മീനാക്ഷി. ആ മീനാക്ഷി ജനിച്ചപ്പോൾ മുമ്മുലയാളായിരുന്നു. നമുക്ക് 3 മുലയുണ്ടായിരുന്നതാണ് മുമ്മുലയാൾ. അപ്പൊ മുമ്മുലയാൾ അവിടെ മധുരയിൽ പോയാൽ ആ വിഗ്രഹങ്ങളൊക്കെ കാണാം. മുമ്മുലയാളായിരുന്ന ദേവിയോട് അവളുടെ അച്ഛൻ പറയുകയാണ്, നിനക്ക് പറ്റിയ, നീ വളരെ വലിയൊരു യുദ്ധദേവതയാണ്, നിനക്ക് പറ്റിയ ഒരു വരനെ കാണുമ്പോൾ നിന്റെ 3ാമത്തെ നടുവിലുള്ള മുല മാഞ്ഞു പോവുകയും നീ മാതൃത്വം അണിയുകയും ചെയ്യും. അപ്പൊ നീ അവനെ നിനക്ക് വേൾക്കാം, വിവാഹം കഴിക്കാം അങ്ങനെ പറയുകയും, അവൾ അന്നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള യോദ്ധാക്കളെയും രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം വടക്കോട്ട് നീങ്ങിയിട്ട് വടക്കുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ച് കൈലാസത്തിലെത്തിയപ്പോഴാണ് അവളെ തോൽപ്പിക്കും വിധമുള്ള യുദ്ധവീര്യമുള്ള ഒരു നല്ലച്ഛനെ, അതായത് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ കണ്ടുമുട്ടുന്നതും അതോടുകൂടി അവളുടെ മൂല അപ്രത്യക്ഷമായെന്നാണ്. എന്ന് വെച്ചാൽ ഇത് വളരെ വളരെ രസകരമായ ഒരു കാര്യം അതിലുണ്ട്. അതായത് ഒരു യുദ്ധദേവത തന്റെ യുദ്ധം അവസാനിപ്പിക്കുകയും ശാന്തിഭാവത്തെ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വേഴ്ച നടക്കുന്നു. ആ വേഴ്ചയാണ് അവളെ അമ്മയാക്കി മാറ്റുന്നത്. അതുവരെ അവൾ യുദ്ധദേവതയാണ്. ഇത് ലളിതാ സഹസ്ര, അത് ആധുനിക തന്ത്രം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ കുറെ കൂടെ പരിഷ്കൃത തന്ത്രം എന്ന് പറയാവുന്ന ശ്രീ കുലത്തിലും ലളിതാ പരമേശ്വരി അമ്മയാണ്. അവൾ ശാന്തരൂപിണിയാണ്. അവളുടെ മകൾ 9 വയസ്സുള്ള ബാലാപരമേശ്വരിയോ യുദ്ധദേവതയാണ്. ബാലാപരമേശ്വരി നമുക്ക് പിന്നെ പുരാണം നോക്കിയാൽ അറിയാം. ബാലാപരമേശ്വരി നിർബന്ധം പിടിക്കുകയാണ്, എനിക്ക് ഉടൻ തന്നെ ഇവന്മാരെ കൊല്ലണം, ഭണ്ഡാസുരാദികളെ കൊല്ലണം, അതിനെനിക്ക് അനുമതി തരാൻ പറയുകയാണ് മകള്. 9 വയസ്സേ ഉള്ളൂ, പക്ഷെ അവൾ യുദ്ധദേവതയാണ്. അപ്പൊ യുദ്ധദേവത എന്ന് പറയുമ്പോൾ അവിടെ ചാപല്യം കൂടി കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് യുദ്ധം ചെയ്യണം, തോൽപ്പിക്കണം എന്നുള്ള ചാപല്യം. പക്ഷെ അതേ സമയത്ത് മാതൃദേവതയ്ക്ക് അതില്ല. അമ്മയ്ക്ക് എന്താണ്? അനുഗ്രഹം കൊടുക്കുക. അനുഗ്രഹകല കൂടുതലാണ്, യുദ്ധകലയല്ല. നിഗ്രഹകല അല്ല, അനുഗ്രഹകലയാണ് അമ്മയ്ക്ക് കൂടുതൽ. അപ്പൊ അങ്ങനെ അമ്മ ദൈവങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയും അതേ സമയത്ത് തന്നെ ഇതുപോലെ യുദ്ധദേവതകളെ ശത്രുപക്ഷത്തിന് നാശമുണ്ടാകാൻ വേണ്ടിയിട്ടും നമ്മളിൽ പലരും പൂർവികർ രാജപരമ്പരയിലൂടെ പോലും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് കോലത്തിരിയാണ്. കോലത്തിരി മൂഷിക രാജവംശത്തിൽപ്പെട്ടയാളാണ്. കോലത്തിരി നമുക്കറിയാം കണ്ണൂർ, അതായത് നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള ഭാഗം, ചന്ദ്രഗിരി പുഴയുടെ ആ ഭാഗം, കണ്ണൂർ ജില്ലയെ കൊടകുമല വരെ കോലത്തിരിയുടെ ദേശമായിരുന്നു. കൊടകുമല, കർണാടകത്തിന്റെ കൊടകുമല വരെ. അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുള്ള ദേവതകളെല്ലാം തന്നെ പിൽക്കാലത്ത് കാവുകളിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കപ്പെടുകയും അവിടെ നിന്ന് ശക്തിയെ ആരാധിച്ചും ആവാഹിച്ചും അവനവന്റെ ഇല്ലങ്ങളിലും വീടുകളിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയും അതൊരു പക്ഷെ വീടിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു വനപ്രദേശം സ്വയം സൃഷ്ടിച്ചിട്ട്, അതിനെപ്പറ്റി പറയുന്നത് യജ്ഞകാലത്ത് ആരാധന യജ്ഞകുണ്ടത്തിലായിരുന്നു, അഗ്നിയായിരുന്നു. അപ്പോൾ അഗ്നി സപ്തജിഹ്വയാണ്. വേദത്തിലെ അഗ്നിക്ക് 7 ജിഹ്വയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന മിക്കവാറും രുചിത്തിലുള്ള കാളിക്കൊക്കെ കാളിയോടുകൂടെ സപ്തമാതൃക്കളുമുണ്ട്, 7 ജിഹ്വകൾ. അഗ്നിയുടെ നാവ് പോലെ സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട കാളിയാവട്ടെ അവൾ പ്രാണശക്തിയുമാണ്. പ്രാണശക്തിയും അഗ്നിയുടെ സപ്തജിഹ്വകളും ചേർന്ന് എങ്ങനെ പുതിയ കാലത്ത് പ്രതിഷ്ഠിച്ചു എന്നതിന് തെളിവും കൂടിയാണത്. ഇത് വലിയ തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. വേദകാലമാണോ ആദ്യമുണ്ടായത് അതോ അതിലും പുറകിലാണോ തന്ത്രത്തിന്റെ കാലം എന്നത് അനാദ്യമായ ഒരു തർക്കമാണ്. അതിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമല്ല. കാരണം വൈദിക കാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാലം വളരെയധികം പരിഷ്കൃതമായ ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാൻ പറ്റും, ആരാധന സമ്പ്രദായമാണെങ്കിലും. പക്ഷെ അതേ സമയത്ത് തന്ത്രം എന്ന് പറയുന്നത് എന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതായത് വാമൊഴിയായിട്ടാണ് 99% ഈ ഇന്ന് നമ്മൾ അനുവർത്തിച്ചു വരുന്ന തന്ത്രങ്ങളെല്ലാം തന്നെ വാമൊഴിയായിട്ടുള്ളതാണ്. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഈ കാവുകളിലെല്ലാം മന്ത്രം കൊണ്ടുള്ള പൂജയല്ല, മറിച്ച് പാട്ടാണ്. കാവിലെ പാട്ടാണ്, കളവും പാട്ടും. ഒരുപാട് തരം പാട്ടുകൾ. ഇപ്പൊ ഈ കേരളത്തിലെ മുഴുവൻ കാവുകളെടുത്ത എത്ര പാട്ടുകളുണ്ട്, അതിൽ ഓരോന്നിനും ഓരോ പേരാണ്. അപ്പൊ ഈ പാട്ടുകൾ എങ്ങനെ വന്നു? പാട്ടുകൊണ്ട് സ്തുതിക്കുക, കളത്തിൽ അവളെ ആരാധിച്ചപ്പോ ഇപ്പോ യുദ്ധം നടക്കുന്നു, ദാരികനെ വധിക്കുന്നു, ദാരികനെ കാളി വധിക്കുന്നു. ആ യുദ്ധം കാണിക്കാൻ വേണ്ടിയിട്ട് കറുപ്പും ചുവപ്പും പച്ചയും ഒക്കെ കടുനിറങ്ങളെ ചേർത്തിട്ട് കളം വരയ്ക്കുകയും ഒടുവിൽ ആ കളം യുദ്ധം പോലെ മായ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ യുദ്ധദേവതകളും ഇവിടെ ഉണ്ടായിരുന്നു. കൊற்றവയുടെ തുടർച്ചയായിട്ടോ ഒരു പക്ഷെ അതിന് മുമ്പുള്ളതായിട്ടുള്ള യുദ്ധദേവതകൾ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യുദ്ധദേവതകളെ കൊണ്ടുള്ള വെട്ടിപ്പിടിക്കലിനെ
പറ്റിയല്ല, ജീവിതത്തിൽ സുഖം വേണം, പ്രജകൾ ഉണ്ടാവണം, വെട്ടി മരിക്കാനല്ല ജീവിതം എന്നൊക്കെ തോന്നി തുടങ്ങിയ ഒരു കാലത്താവണം സന്തതി പരമ്പര നിലനിൽക്കുന്ന ഒരു ചിന്തയുണ്ടായി. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം രാജാക്കന്മാരൊക്കെ കൊണ്ടുവന്ന യുദ്ധദേവതകളെയാണ്. ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് സാമൂതിരി പലപ്പോഴും യുദ്ധം തോറ്റ് തുന്നം പാടിയിരുന്ന അവസരത്തിലാണ് ഈ ശ്രീകൃഷ്ണ ഭജനവും കൃഷ്ണനാട്ടവും ഒക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം എന്റെ രാജ്യത്തിന്റെ അതിര് സംരക്ഷിക്കാൻ പറ്റട്ടെ എന്ന് കരുതിയിട്ട് നേരെ പോയിട്ട് തിരുമാന്താംകുന്നിൽ അമ്മയെ വൃദ്ധന്റെ വേഷം കെട്ടിയിട്ട് വേഷപ്രച്ഛന്നനായിട്ട് പോയിട്ട് തപസ് ചെയ്ത് മാസങ്ങളോളം തപസ് ചെയ്ത് ദേവി പ്രത്യക്ഷപ്പെടുകയും സാമൂതിരിപ്പാട് തന്റെ ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ തിരുമാന്താംകുന്നിൽ അമ്മ അണിഞ്ഞിരുന്ന പാതാള അഞ്ജന ശിലയിൽ ഉണ്ടാക്കിയ ഒരു വള അത് വലിച്ചെറിയുകയും അത് കോഴിക്കോട് ജില്ലയിൽ ആഴ്ചവട്ടം എന്നൊരു സ്ഥലത്ത്, അത് ആഴ്ചവട്ടം എന്ന പേര് തന്നെ വരാൻ കാരണം ഒരാഴ്ച അവിടെ വട്ടം കറങ്ങി. അവിടെ ശിവക്ഷേത്രമുണ്ട്. ആഴ്ചവട്ടം ശിവക്ഷേത്രത്തിന് മുമ്പിലുള്ള ആലിന്റെ അവിടെ ഒരാഴ്ച വട്ടം കറങ്ങുകയും അവിടുന്ന് പിന്നീട് എടുത്തിട്ട് ഉചിതമായ കാടുള്ള സ്ഥലമായിരുന്ന വളയനാട് എന്ന് പറയുന്നത്, അത് വള വന്നതിന് ശേഷം ആ പേര് വരാൻ കാരണം ഗോവിന്ദപുരത്തിന്റെ ഭാഗമാണത്. ഗോവിന്ദപുരത്ത് അവിടെ ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. അവിടെ വളയനാട്ട് അമ്മയെ പ്രതിഷ്ഠിച്ചു. അതും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് കാലസംഘർഷണയാണ്. കാളികളിൽ ഏറ്റവും ഉയർന്ന കാളിയാണ് വളയനാട്ടമ്മയുടെ. അങ്ങനെ വളയനാട്ടമ്മ കാലസംഘർഷണയാണ്. മാടായിക്കാവ് എടുത്താൽ 13 കാവുകൾ ഏറ്റവും പ്രചണ്ഡമായ കാളിയിരിക്കുന്നത് മാടായിക്കാവിലാണ്. മാടായിക്കാവിൽ അമ്മ ശരിക്കും അതിനു മുമ്പ് നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ ഡിയറ്റിയാണ്. അതായത് കവച ദേവതയെ പോലെ ഇരുന്നത് രാജരാജേശ്വരിയാണെന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണം മൂഷിക രാജാവ് മുമ്പ് കാശിയിൽ ഭജനത്തിന് പോവുകയും കാശിയിൽ നിന്ന് അന്നപൂർണേശ്വരിയോട് പ്രാർത്ഥിച്ച് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് രാജരാജേശ്വരിയെ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്നും കേരള നാട്ടിൽ തുളുനാട് കടന്നപ്പോഴാണത്രേ അവളുടെ ഭാവം മാറി അവള് ഉഗ്രകാളിയായി മാറിയിരുന്ന ഒരു കഥ. ഇതൊക്കെ ഫോക്ലോറാണ്. ഇതൊക്കെ വളരെ വാമൊഴിയായിട്ട് മാത്രം കിട്ടുന്ന, ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു ഒരു ടെക്സ്റ്റ് അന്നത്തെ കാലത്ത് ലഭ്യമല്ല. കാരണം അന്ന് അങ്ങനെയാണ്. കാരണം ഇതെല്ലാം ആചരിച്ചു പോരുന്ന കാര്യങ്ങളാണ്. ഈ കാളികൾ എന്തിനാണ് പറയുന്നത്? മാടായിക്കാവിലാണെങ്കിൽ മഹാചണ്ഡയോഗീശ്വരി എന്നൊരു ഭാവമാണ്. കാളിയുടെ മഹാചണ്ഡയോഗീശ്വരി എന്നൊരു ഭാവമാണ്. വളയനാടാണെങ്കിൽ അത് കാലസംഘർഷണിയാണ്. മാമാനത്ത് ആവാണെങ്കിൽ അവിടെയും കാലസംഘർഷണ വേറെ ചണ്ഡേശ്വരി എന്ന് പറയുന്ന ചണ്ഡയോഗേശ്വരി എന്ന വേറെ ഭാവമാണ്. ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒരു ദേവിയുടെ യുദ്ധഭാവവും അതിൽ നിന്ന് മാതൃഭാവത്തിലേക്കുള്ള ആ ഒരു കൺവേർട്ടിംഗ് പോയിന്റ് ഇതിലെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഹാചണ്ഡയോഗേശ്വരി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ യുദ്ധവും അതിനുശേഷം ഉണ്ടാവുന്ന യോഗവും ശിവശക്തി സംഗമവും എല്ലാം അതിൽ ആ പദത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കാലസംഘർഷണം അങ്ങനെ തന്നെ. എന്താണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, രാജാക്കന്മാര് അവരവരുടെ നാടുകളിൽ അത്യുഗ്ര ശക്തികളെ കൊണ്ട് വാഴിച്ചപ്പോൾ ഓരോ കുടുംബത്തിനും അധികാരം കൊടുക്കുകയുണ്ടായി. അതിപ്പം അതിൽ ജാതി വ്യത്യാസമൊന്നുമില്ല. അതിപ്പം ബ്രാഹ്മണൻ മുതൽ പറയൻ വരെയുള്ള എല്ലാവർക്കും അതിൽ ഓരോ സ്ഥാനം ഉണ്ടായിരുന്നു കാവുകളിൽ. ആ സ്ഥാനത്തിൽ ഉള്ള ആളുകളെല്ലാം ആ ദേവതയെ താന്താങ്ങളുടെ കുലദേവതയായിട്ട് സങ്കല്പിച്ച് ആരാധിച്ചിരുന്ന ഒരു ക്രമവും കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ മുഴുവനുണ്ട്. അതിനുദാഹരണമാണ് മഹാരാഷ്ട്രയില് നമുക്കെല്ലാം അഭിമാനമായ ഛത്രപതി ശിവാജി മഹാരാജിന്റെ കുലം. ആ കുലത്തിന്റെ ദേവതയായിട്ട് കുലദേവതയായിട്ട് അറിയപ്പെടുന്നത് തുലജാ ഭവാനിയാണ്. തുൽജാ ഭവാനി എന്ന് പറയും. ആ തുൽജാ ഭവാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വേട്ടയ്ക്കരന്റെ പത്നിയായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ത്വരിതയാണ്. ത്വരിതയാണ് അവര് തുൽജ എന്ന് വിളിക്കുന്നത്. ത്വരിത എന്ന പദത്തിൽ തന്നെ ഒരു യുദ്ധം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ത്വരിത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റ് എന്നാണ് അർത്ഥം. സ്വിഫ്റ്റ് ഇൻ റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാല് അവളുടെ വാള് ചലിക്കുന്നത് പോലും കാണാതെ നിണം അണിയുന്ന വാളാണ്. ബ്രൂസ്ലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യുവർ സ്ട്രൈക്ക് മസ്റ്റ് ബി ഫെൽറ്റ് ബിഫോർ ഇറ്റ് ഈസ് സീൻ. നിങ്ങൾ ഒരാളെ അടിക്കുമ്പോൾ അടി കൊള്ളുന്ന ആൾക്ക് ആ വേദനയും മറ്റും അനുഭവിക്കണം. അയാളൊട്ട് നിങ്ങളുടെ കൈ കാണാനും പാടില്ല. അത്ര വേഗമായിരിക്കണം എന്നാണ്. ആ വേഗത്തെയാണ് ഇവിടെ ത്വരിത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാവട്ടെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ എന്റെ അടക്കം ഉള്ള കുലദേവതയായിട്ടിരിക്കുന്നത് വേട്ടക്കരനാണ്. അതായത് വേട്ടക്കരുമകനും ഉണ്ട്, വേട്ടയ്ക്കൊരു മകനുണ്ട്. ഇതൊക്കെ കേരളത്തിലെ കുലദേവതാ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. വേട്ടക്കരുമകൻ എന്ന് പറഞ്ഞാൽ അതായത് കിരാതമൂർത്തിയാണ്. അതായത് അർജുനന് പാശുപതാസ്ത്രം കൊടുത്ത ദേവതയാണ് വേട്ടക്കരുമകൻ. വേട്ടയ്ക്കൊരു മകൻ ആരാണ്?
ഈ സമയത്ത് ശിവനും പാർവതിയും കിരാത പാർവതിയും കിരാതമൂർത്തിയും വീഴ്ച ചെയ്തപ്പോൾ ഉണ്ടായ ഉണ്ണിയെയാണ്, അതായത് ഒരു ശാസ്താവിനെയാണ് വേട്ടയ്ക്ക് ഒരു മകൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ വേട്ടയ്ക്ക് ഒരു മകനും വേട്ടക്കരുമകനും കേരളത്തിൽ വടക്ക് ഭാഗത്ത് കൂടുതലായിട്ട്, തൃശ്ശൂർ മുതൽ ഇരിങ്ങാലക്കുട മുതൽ ഇങ്ങോട്ട് കൂടുതലായിട്ട് കുലദേവതയായിട്ട് നമ്പൂതിരി വിഭാഗത്തിലും മറ്റും ബ്രാഹ്മണ വിഭാഗങ്ങളിലും അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽ കുറുപ്പന്മാരുടെ ഇടയിലും ഇത് വളരെയധികം കൂടുതലാണ്. കുറുപ്പന്മാരുടെ ഈ വേട്ടക്കാരന് വേറൊരു അവാന്തര വിഭാഗമാണ് കുലദേവത, അതാണ് കരിയാത്തൻ എന്ന് പറയുന്നത്. കരിയാത്തൻ, ഈ കരിയാത്തൻ പ്രബലമൂർത്തിയാണ് വടക്കേ മലബാറില് നായർ സമുദായം, വിശേഷിച്ച് കുറുപ്പന്മാരുടെ ഇടയിൽ, നായന്മാരുടെ ഇടയിൽ കളരി കുറുപ്പന്മാരുണ്ട്. അവർ യുദ്ധമാണ് അവരുടെ ജോലി. രാജാക്കന്മാർക്ക് വേണ്ടി പടപൊരുതിയിട്ട് വീരമൃത്യു വരിക്കുന്ന ആളുകളാണ് കുറുപ്പന്മാർ. അവരവരുടെ യുദ്ധ സാമർഥ്യത്തെ വലുതാക്കാൻ വേണ്ടി വേട്ടക്കരുമകനെയും പ്രാർത്ഥിച്ചത് കാണാം. കാരണം ഈ കല്ലാട്ടു കുറുപ്പന്മാരൊക്കെയാണ് വേട്ടക്കരന്റെ കളം വരയ്ക്കുന്നത്, കളംപാട്ടിൽ. അതുപോലെ പന്തീരാര വീറിലൊക്കെ അവരാണ് വരുന്നത്. അപ്പൊ അവരുടെ ജാതിയിലും ഈ ശിവന്റെ ഈ കിരാത ഭാവത്തെ, അതായത് കാട്ടാള ഭാവത്തെ ആരാധിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ശക്തി, എല്ലാ ഭൈരവനും ഒരു ഭൈരവി ഉള്ളതുപോലെ ശിവന്റെ എല്ലാ രൂപത്തിനും ഒരു ശക്തിയുണ്ട്. അങ്ങനെ വേട്ടക്കരുമകന്റെ ശക്തിയാണ് ത്വരിതാ പാർവതി. അതിനെയാണ് കൈരാതി എന്ന് വിളിക്കുന്നത്. കൈരാതി എന്ന് പറഞ്ഞാൽ കാട്ടാളത്തി എന്നർത്ഥം, മലയാളത്തിൽ, പച്ച മലയാളത്തിൽ കാട്ടാളത്തി. അതായത് അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി ശ്രീകൃഷ്ണനും അർജുനനും കൂടി മഹാദേവനെ കൈലാസത്തിൽ പോയി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു എന്ന് മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണനും അർജുനനും കൂടി ഇത്രയും വിപുലമായ സൈന്യമുള്ള സന്നാഹമുള്ള കൗരവർക്ക് അവരോട് എതിരിട്ട് ജയിക്കുക അസാധ്യമാണെന്ന് തോന്നിയ അർജുനൻ ഇതിനൊരു പോംവഴി ചിന്തിക്കുകയും അങ്ങനെ ഇത്രയും പേരെ ഒരുമിച്ച് നിഷ്കാസനം ചെയ്യണമെങ്കിൽ അതിന് പാശുപതാസ്ത്രം കൂടിയേ തീരുമെന്ന് ശ്രീകൃഷ്ണ ഉപദേശം വരികയും ശ്രീകൃഷ്ണനും അർജുനനും കൂടി കൈലാസത്തിൽ പോയിട്ട് ശ്രീ മഹാദേവനെ നമസ്കരിച്ച് ഈ വിഷയം പ്രാർത്ഥിക്കുകയും തപസ് ചെയ്തോളൂ വേണ്ടപ്പോൾ തരാം എന്ന് പറയുകയും ചെയ്തെന്നാണ്. അങ്ങനെ അർജുനൻ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കവേ പരീക്ഷിക്കാൻ എന്നോണം ഈ കൈരാതിയും കിരാതനും ആയിട്ട്, കാട്ടാളനും കാട്ടാളത്തിയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ കോസിന് വേണ്ടിയിട്ടാണ് ഒരു പൂർവികൻ തപസ് തുടങ്ങുന്നത്. ആ കോസ് നേടിയ ശേഷവും അവരെ പിണക്കി അയക്കുകയോ അവരില്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നില്ല, മറിച്ച് തന്റെ തറവാട്ടിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് എല്ലാ ഉപചാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുല ആരാധന തുടങ്ങുന്നത്. അത് അർജുനൻ ഒരു യോദ്ധാവാണ്, അന്നത്തെ കണക്കിന് രാജാവാണ്. അയാൾക്ക് ശത്രുനാശം ഉണ്ടാവണം. അതിന് ശത്രുനാശം ഉണ്ടാവണമെങ്കിൽ എന്തു പ്രയോഗിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ശക്തി മഹാദേവനെ പോയിട്ട് സ്വീകരിക്കുകയാണ്. അതിൽ നിന്നൊരു അസ്ത്രം, പാശുപതാസ്ത്രം വാങ്ങുകയാണ്. പാശുപതാസ്ത്രം എന്ന് നമ്മുടെ വിചാരം ഒരു അസ്ത്രം കൊടുത്തുവിടുന്ന, അങ്ങനെയല്ല. പാശുപതാസ്ത്രം എന്ന് പറഞ്ഞ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൽ സിദ്ധി വരുത്തിയാൽ അത് ഇപ്പൊ പ്രത്യേകിച്ച് പറയും, പാശുപതാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയും, ഒരു വ്യക്തിക്കെതിരെ പ്രയോഗിക്കരുത്, ഒരു വ്യക്തിക്കെതിരെ അത് പ്രയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ, പിന്നെ എലിയെ കൊല്ലാൻ ഇല്ലം ചുടണോ എന്ന് വെച്ചാൽ, ഇല്ലം ചുടാനാണെങ്കിൽ മാത്രമേ ഇത് മതി. എന്ന് വെച്ചാൽ ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ പാശുപതം വേണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ. അങ്ങനെ വലിയ ടാർഗറ്റുകളാണ് പാശുപതാസ്ത്രത്തിനുള്ളത്. സുദർശനം അങ്ങനെയല്ല. സുദർശനം മിക്കവാറും ഓരോ വ്യക്തിക്കെതിരെയാണ് വിടുന്നത്. പക്ഷെ അതുപോലെയല്ല പാശുപതാസ്ത്രം. എന്ന് വെച്ചാൽ മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ശക്തിയാണ്. അത് ഒരു വലിയ ഭൂഖണ്ഡത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ രാജ്യത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ വലിയൊരു ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ ഒക്കെയാണ് പാശുപതം ഉപയോഗിക്കുന്നത്. പാശുപതം പണ്ടൊന്നും ഉപദേശിക്കില്ല, ഉപദേശിച്ചാലും എണ്ണം കുറഞ്ഞ് ജപിക്കാവെന്ന് പറയും. ഇങ്ങനെ പാശുപതം ജപിച്ച് സിദ്ധി നേടിയപ്പോഴാണ് മുമ്പിൽ കാണുന്നത് അല്ലാവണ്ണം താടിയും ജടയും ഒക്കെ ഉള്ള ഒരു കിരാതനെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് വരച്ച് കാണുന്ന പോലെ കറുത്തിട്ടല്ല. മഹാഭാരതത്തിൽ പറയുന്നത് വെളുത്ത് സൂര്യനെ പോലെ ശോഭിച്ചിട്ടാണ് വർണ്ണമുള്ളത്. പക്ഷെ ഇന്ന് പിന്നെ അങ്ങനെയല്ല വരയ്ക്കുന്നത്. മ്യൂറൽ പെയിന്റ് ഒക്കെ വരയ്ക്കുമ്പോൾ പച്ച നിറത്തിലാണ്. കറുത്ത ദേവതകളൊക്കെ പച്ച കൊണ്ടാണ് വരയ്ക്കുന്നത് മ്യൂറൽ പെയിന്റിങ്ങില്. കൃഷ്ണനാണെങ്കിലും കിരാതമൂർത്തിയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാല്, അർജുനനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് കൗരവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് സാധിച്ച ശേഷം അർജുനൻ എന്നാ പിന്നെ ഇനി ശിവൻ വേണ്ട, കാളി വേണ്ടെന്ന് പറഞ്ഞില്ല. മറിച്ച് അർജുനന്റെ കുലം മുഴുവൻ, അത് സഹോദരങ്ങളാണെങ്കിൽ പോലും എല്ലാവരും ശിവഭക്തരായിരുന്നു കാണാൻ പറ്റും. അപ്പൊ കേദാർനാഥിലേക്ക് കഥ അറിയാലോ. ഈ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ശിവനോട് നന്ദി പറയാനാ പോകും. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ആദ്യ പിതാക്കളായിരിക്കുന്ന ഇവർ രണ്ടുപേരെയും പല 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 ഭാവങ്ങളിൽ ഭാരതത്തിൽ ഉടനീളം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവാജി മഹാരാജിന്റെ കാര്യം പറഞ്ഞത്. ശിവാജി മഹാരാജിനെ നമ്മളെപ്പോൾ അർജുനന്റെ അവതാരമായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കാറുണ്ട്. അത് അർജുനനെ പോലെ നമ്മെ മുഗളന്മാരുടെ നീരാളിപ്പിടുത്തുന്ന രക്ഷിച്ച മഹാത്മാവാണ്. ആ രക്ഷയ്ക്കൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ ആർമി വളരെ ചെറുതായിരിക്കുമ്പോൾ പോലും
ഭീമമായ ഒരു ആർമിക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കരബലം മാത്രം പോരാ, കുലദേവതയുടെ അനുഗ്രഹം വേണമെന്നതിന്റെ ഏറ്റവും അടുത്ത കാലത്തെ ഏറ്റവും പ്രത്യക്ഷ നിദർശനമാണ് ശിവാജി മഹാരാജിന്റെ ഈ ഛത്രപതി ശിവാജി എല്ലാ യുദ്ധത്തിനും എല്ലാ എക്സ്പെഡീഷന് പോകുന്നതിന് മുമ്പും തുർജാഭവാനിയുടെ മുമ്പ് പോയിട്ട് കറുത്ത ആടിനെ അറക്കുമായിരുന്നു. വെച്ചാൽ ആടിനെ ബലി നൽകിയിട്ട് ദേവതാപ്രീതിക്ക് വേണ്ടിയിട്ട് ദേവിക്ക് വേണ്ടിയിട്ട് ആടിനെ അറുത്തിട്ടാണ് ശിവാജി മഹാരാജ് എല്ലാ എക്സ്പെഡിഷനും പോയിട്ടുള്ളത്. അതുകൊണ്ട് ശിവാജി മഹാരാജ് പോയ എക്സ്പെഡിഷൻ ഒന്നും തന്നെ അദ്ദേഹം തോറ്റു എന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഇന്ന് നമ്മൾ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഭാരതം എന്ന് വിളിക്കുന്ന ഈ പ്രദേശം നിലനിൽക്കുന്നത് തന്നെ ശിവാജി മഹാരാജിന്റെ ആ ഒരു കുലദേവത ആരാധന കൊണ്ടാണ്. അദ്ദേഹം ഈ ഫാഷൻ മൂത്തിട്ട് ഇനി മുതൽ നാരായണീയം വായിക്കാം എന്ന് വിചാരിച്ചില്ല. അദ്ദേഹത്തിന് ആടിനെ ബലി കൊടുക്കുന്നത് ഒരു മോശമായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ദേവതയ്ക്കുള്ള പ്രീതി മാത്രമേ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ഭാരതം മുഴുവൻ നമുക്ക് ഹിന്ദു സാമ്രാജ്യമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കണം. അതൊന്ന്. പിന്നീട് ഇപ്പോഴും ആ ബോൺസ്ലെ എന്ന് പറയുന്ന അവരുടെ രാജവംശം മുഴുവൻ ഈ തുർജാഭവാനിയാണ് ആരാധിക്കുന്നത്. ഈ ഛത്രപതി ശിവാജി മഹാരാജ് ആരാധിച്ചിരുന്നത് കൊണ്ട് മാത്രം ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ST വിഭാഗത്തിൽ പോലും പെടുന്ന മറാഠികൾ എന്ന് വിളിക്കപ്പെടുന്ന സമുദായം, അവർ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പലായനം ചെയ്ത് പല ദിക്കിൽ താമസിക്കുന്നുണ്ട്. കർണാടകത്തില് നമ്മുടെ കൊല്ലൂർ മൂകാംബികയുടെ ചുറ്റുപാടുള്ള വനങ്ങളുടെ ഉള്ളിൽ അതിർത്തികളിലൊക്കെ മറാഠി എന്ന് വിളിക്കപ്പെടുന്ന ST വിഭാഗം ഇപ്പോഴും താമസിക്കുന്നത്. അവർ ഇപ്പോഴും അവരുടെ പൂർവികനായിട്ട് കണക്കാക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജിനാണ്. അവർ രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും. എന്താ അതിന് കാരണം? ശിവാജി മഹാരാജ് ഉപാസിച്ചിരുന്ന അതേ ദേവി കൈരാതിയാണ് ഇവരും ഉപാസിക്കുന്നത്. അപ്പൊ ഇവരുടെ കുലദേവത അതായി. എങ്ങനെ അതായി? രാജാവ്, വിജയിച്ച രാജാവ് ഏത് ദേവതയെ പ്രാർത്ഥിച്ചുവോ ആ ദേവതയെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്താണ്? ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബം ക്ഷേമമായിരിക്കണം, അക്രമം വരാൻ പാടില്ല, ഞങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഞങ്ങൾക്ക് പ്രജകൾ ഉണ്ടാവണം. ഇങ്ങനെ വളരെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ രാജപരമ്പരകളെ ദൃഷ്ടി ചെയ്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ള എല്ലാ കുലങ്ങളും വസിച്ചിരുന്നത് ഒരു കാലത്ത് വളരെ വ്യക്തമാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ മഹാജന ഏനഗത സപന്ഥ എന്ന് മഹാഭാരതത്തിലുണ്ട്. എന്ന് വെച്ചാല് വലിയവർ ശ്രേഷ്ഠന്മാർ ഏത് വഴി പോയോ അതാണ് നമ്മുടെയും വഴി. അപ്പോ വിജയിച്ച രാജാവ് പോയ വഴിക്കാണ് വിജയിക്കുന്ന കുലങ്ങളും നീങ്ങുന്നത്. അപ്പൊ കുലങ്ങളെല്ലാം തന്നെ രാജപരമ്പരയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അതൊരു വശം. അപ്പോ കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ ആ പരാജയങ്ങളുടെ ഒടുവിലാണ് അയാൾ പാഠം പഠിച്ചത്. അങ്ങനെ പോരാ, ദേവിയെ ആരാധിക്കണം, അത് മാതൃശക്തി ആരാധിക്കണം. അതിനുശേഷം വിജയങ്ങൾ ഉണ്ടായി, അതിർത്തി കാക്കപ്പെട്ടു എന്ന കാര്യം പറയാം. പിന്നീട് എപ്പോഴാണോ ഈ കാലസംഘർഷണിയെ സാമൂതിരിപ്പാട് ഉപചാരം മാറ്റിയിട്ട് പിണക്കിയത്, അപ്പോൾ മുതൽ ഭാരതത്തിൽ വിശേഷ കോഴിക്കോട് ജില്ല മുഖാന്തിരം ഒരുപാട് ക്ലേശങ്ങൾ, മറ്റു മതസ്ഥരുടെ ആധിപത്യം, കുലം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം പോവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുലം നശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രജകൾ ഉണ്ടാവാതിരിക്കുക, ഉണ്ടായ പ്രജ അന്യധർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടുക. അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെ ഒരു അടിസ്ഥാന കാരണം ഇപ്പൊ ഞാൻ അതിന് നേരിട്ടുള്ള ഉദാഹരണം പറയാം. കോഴിക്കോട് ജില്ലയിൽ വളരെ നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. എന്നിട്ട് ഇപ്പൊ നടന്നിട്ട് 5 വർഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഓഫീസിലെ സൂപ്രണ്ടാണ്, ഇന്നയാളാണ്, അങ്ങേരുടെ നമ്പർ തന്നത് ഇന്ന പ്രസ്ഥാനക്കാരാണ്, ഒരു കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്നത്? മകൾ 10ാം തരത്തിൽ പഠിക്കുകയാണ്. ഓൾറെഡി അവൾ വൈത്തിരി, കോഴിക്കോടാ പഠിക്കുന്നത്, വൈത്തിരിയിലേക്ക് ക്ലാസ് ഉള്ള ദിവസം ഒരു മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ പോയി. അവളെ വഴിയിൽ നിന്ന് പലരും കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഒന്നും പറയുന്നില്ല, ഒരു മുസ്ലിം ചെറുക്കനുമായിട്ട് പ്രേമമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് ഞാൻ അവരോട് ആദ്യം അവൾ വീട്ടിൽ പോയ സമയത്ത് ചോദിച്ച ചോദ്യം, ഇവിടെ നിങ്ങളുടെ കുലദേവത ആരാധിക്കാറുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു അവരുടെ കുലദേവത വെങ്കട്ടരാമനാണ്, തിരുപ്പതി വെങ്കട്ടരമണനാണ്. അങ്ങനെയുണ്ട് കേട്ടോ, സമ്പ്രദായത്തിലും കുലദേവത ആരാധനയുണ്ട്. അതായത് ചില ആളുകളൊക്കെ അത് ഈ പിൽക്കാലത്ത് വന്നായിരിക്കാം, കാളിയുടെ ആരാധനയോ ശിവന്റെ ആരാധനയോടൊപ്പം കുലദേവത പഴക്കമില്ലെങ്കിലും പിൽക്കാലത്ത് താങ്കളുടെ ശ്രേഷ്ഠരായ പൂർവികർ ആരെ ആരാധിച്ചോ അത് അനുവർത്തിക്കായിരിക്കാം. എങ്കിലും അത് കുലദേവതയാണ്. നമ്മളങ്ങനെ സങ്കല്പം വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുലദേവതയാണ്. ആ കുലദേവത ആരാധിക്കാൻ വിളിച്ചപ്പോ ഞങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കും, ഇതാണ് പറഞ്ഞത്. വീട്ടിലൊരു ഫോട്ടോ, തിരുപ്പതി വെങ്കട്ടരമണന്റെ വെങ്കടാചലപതിയുടെ ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ വിളക്ക് തെളിക്കല്ലാതെ ഞങ്ങള് അതിന് മൂലസ്ഥാനത്ത് പോയി തൊഴാറോ മക്കളെ കൊണ്ടുപോകാറോ അല്ലെങ്കിൽ അതേപ്പറ്റി പ്രാധാന്യം പറയാറോ ഒന്നുമില്ല. ശരി, അങ്ങനെ വരുമ്പോൾ അപ്പൊ അവിടെ ഞാൻ കാണുന്ന കാരണം, കുലം നശിക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, കലഹം ഉണ്ടാവുക, കുടുംബ ഛിദ്രം ഉണ്ടാവുക, കുടുംബത്തിലുള്ള കുട്ടികൾ
അന്യധർമ്മത്തിലേക്കോ നാസ്തിക ധർമ്മം എന്ന് പറയാൻ വയ്യ, നാസ്തിക മതങ്ങളിലേക്കോ ആകർഷിക്കപ്പെടുകയും അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ കുടുംബം ഇല്ലാതായി. ലിറ്ററലി ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയാൽ അവിടെ പിന്നെ പ്രജകളറ്റു. ആൺകുട്ടി പോയാലും ഈ ധർമ്മത്തിൽ നിന്ന് അകന്നുപോയി. ഇത് രണ്ടും വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴാണ് പൂർവികർ എന്ത് ചെയ്തു, എങ്ങനെയാണ് അവർ ഇത്രയും സ്വത്ത് പിന്നെ ഒരു കൂട്ടിയത്, ഇത്രത്തോളം സ്വത്ത് എങ്ങനെ വന്നു? ആ സ്വത്തിനൊക്കെ കാരണമുണ്ട്. നമുക്കറിയാം ഉത്തരേന്ത്യയില് വലിയ കൃഷിയിടം, 100 ഏക്കർ കണക്കിന് കൃഷിയിടം, ഈ വയലുകൾ കാണും. ആ കൃഷിയിടത്തിന്റെ ഏറ്റവും ഉത്തമ സ്ഥാനത്ത് വളരെ ചെറിയ ഒരു ദേവസ്ഥാനം കാണാം. വളരെ ചെറിയ സ്ഥാനം, വിളക്ക് വെക്കുകയും കുങ്കുമം വാരി വിതരണം ചെയ്ത് ചെറിയ സ്ഥാനം. എന്താണത്? നമുക്കറിയാം ഈ പിന്നെ കൂഷ്മാണ്ഡ എന്നൊരു ദേവി. കൂഷ്മാണ്ഡ ഉത്തരേന്ത്യയിലൊക്കെ കൂടുതലാണ്, കേരളത്തിൽ കുറവാണ്. ഈ കൂഷ്മാണ്ഡ എന്ന ദേവി ശാകംഭരി എന്ന് വിളിക്കും അവിടെ. ശാകംഭരി, അതായത് ദേഹം മുഴുവൻ ആ കണ്ണുകൾ, സഹസ്ര നയനയാണ് അവൾ. 1000 കണ്ണുകളോട് കൂടി നിൽക്കുന്ന പച്ചക്കറികൾ. ആദ്യത്തെ വിളവ് അവൾക്കുള്ളതാണ്. ഈ ഞങ്ങൾ വിളവിറക്കാൻ പോവുകയാണ്, പച്ചക്കറി ആയാലും വയലിലെ നെല്ലായാലും ഞങ്ങൾ ഇറക്കുകയാണ്. 100 മേനി വിളയുമ്പോൾ ദേവിക്ക് ആദ്യം കൊണ്ടുപോയി പറ മുഴുവൻ കൊടുക്കുന്ന സമ്പ്രദായം. ഇത് കുലദേവത ആരാധന തന്നെയാണ്. അവർക്ക് ഉത്തരേന്ത്യയിൽ ഒരുപാട് കാർഷിക വിഭാഗക്കാർക്ക് കൂഷ്മാണ്ഡ കുലദേവതയാണ്. എന്താ കാര്യം? ഈ ദേവി അല്ലെങ്കിൽ ഈ ദേവി ശാകംഭരി ദേവിയാണ് എല്ലാ അനുഗ്രഹം കൊടുക്കുന്ന വിശ്വാസമാണ്. അതൊക്കെ പോയി കൃഷിയൊക്കെ നൂതനമായി കുലദേവത ആദ്യം അടിച്ചു പുറത്താക്കി. അപ്പൊ എല്ലാം താളം തെറ്റി മറിഞ്ഞു വരികയാണ്. അതൊന്ന്. ഇനി മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഖണ്ഡോബ എന്നൊരു ദേവതയുണ്ട്. ഖണ്ഡോബ എന്ന് പറഞ്ഞാല് ശരിക്ക് എന്താ? ഖണ്ഡോബ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിന്റെ മന്ത്രമുണ്ട്. ഓം മാർത്താണ്ഡ ഭൈരവാരാധ്യായേ നമഃ. മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. ഇപ്പോ തന്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അതിസൂക്ഷ്മമായി ചിന്തിച്ചാല് ശിവനും ശക്തിയും മാത്രമേ ഉള്ളൂ. വിഷ്ണു എന്ന് പറയുന്നതും ശിവന്റെ ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. വിഷ്ണു തന്നെ ശിവന്റെ ശക്തിയാണ്. അതൊരു ഭൈരവനാണ്. അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു ഭൈരവനാണ്. എല്ലാം ശിവന്റെ ശക്തികളായിട്ടാണ്. ശിവന്റെ ശാസ്താക്കന്മാർ ശിവന്റെ ശക്തികളാണ്. ഗുളികൻ ശിവന്റെ ശക്തിയാണ്. കാളി ശിവന്റെ ശക്തിയാണ്. വീരഭദ്രൻ ശിവന്റെ, എല്ലാം ശിവനിൽ നിന്ന്, ആദിപിതാവിൽ നിന്നുള്ള, ആദിപിതാക്കന്മാരിൽ നിന്നുള്ള, ശിവശക്തികളിൽ നിന്നുള്ള സ്ഫുലിംഗങ്ങളായിട്ടാണ് സൂക്ഷ്മമായിട്ടും വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാർത്താണ്ഡ ഭൈരവൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതായത് സൂര്യനെയാണ് മാർത്താണ്ഡൻ എന്ന് പറയുന്നത്. സൂര്യ ആരാധനയെ മാർത്താണ്ഡ ഭൈരവന്റെ ആരാധനയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിലെ കൃഷി സമൂഹത്തിൽ, മഹാരാഷ്ട്രയിലെ കാർഷിക സമൂഹത്തിൽ മാർത്താണ്ഡ ഭൈരവനാണ് ആരാധ്യമൂർത്തി. അതിനെ അവർ വിളിക്കുന്ന, അവരുടെ ഭാഷയിൽ വിളിക്കുന്ന ഖണ്ഡോബ എന്നാണ് വിളിക്കുന്നത്. ഈ ഖണ്ഡോബയ്ക്ക് ഇതേപോലെ തന്നെ കൃഷി തുടങ്ങുമ്പോഴും കൃഷി വിളവെടുക്കുമ്പോഴും ഖണ്ഡോബയ്ക്ക് പ്രത്യേകം പൂജയുണ്ട്. മഴക്കാലത്തിന് കാരണമായിരിക്കുന്നത് ഖണ്ഡോബയാണ്. നല്ല വെയിൽ കിട്ടുന്ന അതിന് കാരണം ഖണ്ഡോബയാണ്. മഴക്കാലത്തിന് കാരണമാണ് ഉത്തർപ്രദേശിൽ അല്ല അങ്ങോട്ട് പോവുകയാണ് കൂഷ്മാണ്ഡയാണത്. ഓരോ തരത്തിലും ഒന്നല്ലെങ്കിൽ ഒരു ദേവിയെ, ഒരു ദേവനെ കൃഷി വളരാൻ വേണ്ടിയിട്ട് ഉപാസന. ഇതും കുലദേവതയാണ്. എന്താ കാരണം? ആഹാരം ഉണ്ടെങ്കിലല്ലേ പ്രജയുള്ളൂ. അന്നത്തിൽ നിന്നാണ് പ്രജ ഉണ്ടാവുന്ന വേദം പറയുന്നു. അപ്പൊ അന്നം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു കാരണക്കാരൻ. അപ്പം അന്നം ഉണ്ടാവുക, ഉടുക്കാനും ഉണ്ണാനും ഉണ്ടാവുക, സമൃദ്ധി, ചുരുക്കി പറഞ്ഞ സമൃദ്ധി, പ്രജകൾ ഉണ്ടാവുക, സമൃദ്ധി. അപ്പോ നമുക്ക് ഈ കാവുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ കാവുകളിലൊക്കെ കലങ്കരി എന്നൊരു ചടങ്ങുണ്ട്. കലങ്കരി എന്ന് വെച്ചാൽ കലം കരിക്കുക തന്നെയാണ്. കലം വെച്ചിട്ട് തീ കൂട്ടിയിട്ട് അതിനുള്ളിൽ ചോറ് വേവിക്കുക, അല്ലെങ്കിൽ കള്ള് കൊണ്ടുപോവുക. ചില കാവുകളിൽ കള്ളാണ് കൊണ്ടുപോകുന്നത്. കള്ളായാലും കഞ്ഞിയായാലും വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ അത് ശുക്ലത്തിന്റെ പ്രതീകമാണ്. ശുക്ലം എന്തിനാണ്? ശുക്ലത്തിലെ ശ്വേതരേണുക്കൾ അല്ലെങ്കിൽ ശുക്ലത്തിലെ ബീജമാണ് പ്രജോത്പാദനത്തിന്റെ അടിസ്ഥാനം. ആ ബീജമാവട്ടെ ശിവനും അത് സ്വീകരിക്കുന്ന സ്ത്രീയുടെ അണ്ടമാവട്ടെ ശക്തിയുമാണെന്ന് പൂർവികർ വിശ്വസിച്ചു വരുന്നു. അപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഒക്കെയുള്ള പൊങ്കൽ എന്ന ചടങ്ങ്, നമ്മളിവിടെ പൊങ്കാല എന്ന് പറയും. ഈ പൊങ്കൽ എന്താ സംഭവിക്കുന്നത്? 3 ഇഷ്ടിക അടുക്കിയിട്ട് തീ കൂട്ടിയിട്ട് അതിന് മേലൊരു കുടം വെച്ചിട്ട്, മൺകലം വെച്ചിട്ട്, അതിൽ അരിയിട്ടിട്ട് അതിന് പഞ്ചസാര എന്തോട്ടെ ഒരു പായസം ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് വെറുതെ തിളച്ചാൽ പോരാ, തിളച്ചു പൊന്തി കുമിഞ്ഞു മറിയണം. സോ ദാറ്റ് ഷോസ് 2 things. 1, കൃഷി സമൃദ്ധമാവണം. 2, പ്രജകൾ ധാരാളമായിട്ട് ഉണ്ടാവണം. ഈ 2 കാര്യം സാധിച്ചാൽ അന്ന് കാലത്ത് കുലം സമൃദ്ധമായി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇന്റർനെറ്റ് വേണം, മൊബൈൽ വേണം, അത് വേണം, വേണ്ടാത്തൊക്കെ ഇന്ന് വേണം. ഇന്ന് കുട്ടികൾ ഉണ്ടായിരിക്കണം വേണ്ടില്ല എന്നാണ്. ഇപ്പൊ വേലി കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് താന്ത്രികമായ ഒരു സമ്പ്രദായമാണ്.
ശിവശക്തി വിവാഹത്തിന്റെ ഒരു പുനരാവിഷ്കാരമാണല്ല. അങ്ങനെ നോക്കുമ്പോ ഈ സ്ത്രീയും പുരുഷനും സംഗമിക്കുമ്പോൾ അവിടെയും ലിംഗയോനി സംഗമം ഉണ്ടാവുകയാണ്. ശിവലിംഗം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭോഗ നിവൃത്തി വന്ന രീതിയിലാണ്, യോനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ലിംഗം. പക്ഷെ ലോകക്രമത്തിലോ ലിംഗം യോനിക്ക് അകത്തേക്ക് പോവുകയാണ്, വേഴ്ച എന്ന് പറയുന്നത്. അതേസമയത്ത് തന്ത്രത്തിൽ ശിവനെ കാണിച്ചിരിക്കുന്നത് ഭോഗ നിവൃത്തി വന്ന ജ്ഞാനത്തെയാണ് കാണിക്കുന്നത് ശിവലിംഗം. ശിവലിംഗം നേരെ തിരിച്ചാണ്, നിവൃത്തിയാണെന്ന് കാണിക്കുക. എങ്കിലും അപ്പോൾ പോലും ഭോഗ നിവൃത്തി വന്ന് പരമവൈരാഗിയായിരിക്കുമ്പോൾ പോലും അടിസ്ഥാനം എന്ന് പറയുന്നത് യോനിയാണ്. അത് അടർത്തി മാറ്റപ്പെടുന്നില്ല. എന്റെ കാരണം പ്രപഞ്ചത്തിന്റെ ഉണ്മയായ ഉൽപ്പത്തി സ്ഥാനം, യോനി സ്ഥാനം ദേവിയാണ്, അല്ലെങ്കിൽ അമ്മയാണ്. അതുകൊണ്ട് മാതൃക്രമത്തിലുള്ള ഏതൊക്കെ ദേവതകൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടാലും ഏറ്റവും ആദ്യം കുലദേവത എന്ന് പറയുന്നത് കാളിയാണ്. അവളുടെ വിവിധ രൂപങ്ങളാണ്. ഇപ്പൊ നായർ തറവാടുകൾ എടുക്കുക. നായർ തറവാടുകളിൽ മച്ചിലെ ഭഗവതി എന്ന് പറയും. മച്ചിലൊരു ഭഗവതി ഉണ്ടാകും. അത് മിക്കവാറും ഹ്രീംകാരം കൊണ്ട് പൂജിക്കപ്പെടുന്ന ഭുവനേശ്വരി എന്ന സമ്പ്രദായമാണ്. ഭുവനേശ്വരി, ഈ ഭുവനേശ്വരി എന്ന് പറയുന്നത് ദശമഹാവിദ്യകളിലെ, അതായത് ദേവിയുടെ 10 വിശേഷപ്പെട്ട, അത് ദേവി തന്നെയാണ്, സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ 10 ഭാവങ്ങളാണ്. കാളിയും താരയും ബഗളാമുഖിയും ചിന്നമസ്തയും ഒക്കെ ചേർന്നിരിക്കും, ഭുവനേശ്വരിയും മാതങ്കിയും ഒക്കെ ചേർന്ന് 10 അവതാരങ്ങൾ, അല്ലെ 10 രൂപങ്ങളാണ്. ഈ 10 രൂപങ്ങളിൽ ഒന്നാണ് ഭുവനേശ്വരി. ഈ ഭുവനേശ്വരിയെ വിശേഷിച്ച് കേരളത്തിലെ നായർ സമുദായക്കാര് മച്ചിൽ ഉപാസിച്ചിരുന്നു. മച്ചിൽ വെച്ചിട്ട് പക്ഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ചെയ്തിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല കേട്ടോ. തറവാടും പൊളിച്ചു. ഇതിനൊരു കാരണമുണ്ട്. വളരെ അവിഛിന്നമായിട്ട് ഒരു 5ഓ 6ഓ തലമുറ വൃത്തിയായിട്ട് ഭുവനേശ്വരി പൂജ ചെയ്തു വന്നപ്പോൾ അതിന്റെ ഫലമായിട്ട് ക്ഷേത്രത്തിലേക്കോ കാവിലേക്കോ മച്ചിലേക്കോ എത്തി നോക്കാത്ത പേരക്കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയിൽ നല്ല റാങ്ക് കിട്ടി. എന്തിന്റെ ഫലമായിട്ട്? കാലങ്ങളായി ഉപാസിച്ചു വന്ന ഭുവനേശ്വരിയുടെ കൃപ കൊണ്ട്. അപ്പൊ ഈ മകൻ യുക്തിവാദിയാണ്, അവന് മോഡേണിസമാണ്. ദർ ഇസ് നോ ഗോഡ്, അല്ലെങ്കിൽ ഈ കാളിയും ചെന്നമസ്തയും താരയും ഒന്നും ഇല്ല. അവൻ ഇപ്പൊ മോഡേണായി. എന്താ കാരണം? അവനിപ്പോ കൃത്യമായിട്ടെല്ലാം നടക്കുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ നടക്കുന്നു. മുമ്പ് പട്ടിണി കാലത്ത് പോലും മുണ്ട് മുറുക്കിയെടുത്തിട്ട് ഏതോ ഒരു മുത്തശ്ശൻ മച്ചിന്റെ മുകളിൽ കയറി ആരാധിച്ചതിന്റെ ഫലമാണ് താൻ അനുഭവിക്കുന്ന നന്ദിയില്ലാത്ത, കൃതജ്ഞതയില്ലാത്ത ഒരു ജനത ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് വറുതി വരണം, അപ്പോഴാണ് ചിന്തിക്കുക. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, കുലദേവത ആരാധന തൽക്കാലം മാഞ്ഞു പോയാലും സനാതന ധർമ്മം പോലെ തന്നെ വറുതി കാലം വരും. അപ്പോൾ ഓർത്തോളും. ദേവി വറുതി കൊടുത്തിട്ട് അപകടമരണം, അപ്പൊ നിങ്ങൾ ഇത്ര വലിയ കാരുണ്യമുള്ള ദേവി എങ്ങനെ അപകടമരണം കൊടുക്കുന്നത്? ഈ ജന്മമരണങ്ങളൊക്കെ അവർക്ക് കടല കുറിക്കുന്ന പോലെ ഉള്ളൂ. അത് വേറെ വിഷയം, അത് പിന്നെ പറയാം. ഒരു മനസ്സിലായില്ലേ? അനേക കോടി ബ്രഹ്മാണ്ഡ ജനനിയാണ്, അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ പെറ്റുപോറ്റുന്നവളാണ്. അവർക്ക് ഒരു മരണം സോപ്പ് കുമള പൊട്ടുന്ന പോലെ ഉള്ളൂ. പക്ഷെ ഇഫ് ഇറ്റ് ക്യാൻ റിമൈൻഡ് യു ഓഫ് സംതിങ് ദാറ്റ് യു ഹവ് മിസ്ഡ്, ഡെഫിനറ്റ്ലി ഷി വിൽ ഡു ഇറ്റ്. ഇപ്പൊ ആ ഒരു കാര്യം അതിന് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ചില നിമിത്തങ്ങൾ ആദ്യം തരും, പലതവണ തരും. അപകടമരണങ്ങൾ കൂടുതലുണ്ടാവുന്നു, കുടുംബത്ത് ക്യാൻസർ വർദ്ധിച്ചു വരുന്നു, തീരാ രോഗങ്ങൾ വ്യാധികൾ വരുന്നു, കുടുംബത്തിൽ ഛിദ്രവും കലഹവും ജ്യേഷ്ഠാനുജന്മാരും തമ്മിലും മറ്റും ഉണ്ടാവുന്നു, മക്കൾ ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവുന്നു, കുടുംബ ഛിദ്രം വരുന്നു. ഇതൊക്കെ വരുന്നത്, ഇതിന്റെയൊക്കെ കാരണം നമുക്കറിയാം. കേരളത്തിലെ സ്ഥിതി അറിയാലോ. 1947 ശേഷം കേരളത്തിൽ ഈശ്വരാരാധന എന്നത് വളരെ വളരെ മങ്ങിപ്പോയി. അതിന് പകരം അവിടെ നമുക്കറിയാം, ഒരു കാവ് വെട്ടിത്തെളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞ് യുക്തിവാദം കൊണ്ടുവന്ന ഒരു വലിയ കാലഘട്ടമുണ്ട്. ഈ യുക്തിവാദികളായ ആദ്യത്തെ ആളുകളൊക്കെ നോക്കുക, അവരൊക്കെ നല്ല ഒന്നാന്തരം തറവാട്ടുകാരാണ്. ആ തറവാടുകളിലൊക്കെ കുലദേവത ആരാധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പട്ടിണി കണ്ടു കഴിഞ്ഞു. അവരൊക്കെ ചത്തൊടുങ്ങിയപ്പോൾ അടുത്ത തലമുറ ജോലിയില്ലാതെ അലയാൻ തുടങ്ങി. 70കളുടെ ഒടുക്കം, 80കളിലേക്ക് തൊഴിലില്ലായ്മയുടെ രൂക്ഷത ഇപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് തൊഴിലാവട്ടെ, കൃഷിയാവട്ടെ, നമ്മുടെ സമൃദ്ധിയാവട്ടെ, എല്ലാം തന്നെ ഈ കുലദേവതയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു, അല്ലെ പ്രജയില്ലാതെ, കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് എവിടെ നിന്ന് കേൾക്കുകയാണ്, കൊല്ലൂർ മൂകാംബിക ദേവി അടുത്തുനിന്ന് പോവാം. എന്തുകൊണ്ട് പോവാം? അവിടെ യേശുദാസ് പോകുന്നതുകൊണ്ട് പോവാം,
അവിടെ ഇളയരാജ പോകുന്നു, ഇളയരാജ അവിടെ പോകുന്നു, അല്ലെങ്കിൽ വലിയൊരു നടൻ അവിടെ പോയി എന്നൊക്കെ പത്രത്തിൽ വായിക്കുമ്പോൾ എന്നാൽ നമുക്കും ഒന്ന് പോവാം എന്ന് കരുതി ഈ ഭുവനേശ്വരി പൂജ നിർത്തി വെച്ചിട്ടുള്ള ഈ മകൻ അവിടെ പോകുന്നു. പോകുമ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത ചില സന്തോഷങ്ങൾ മൂകാംബികയുടെ മുമ്പിൽ നിന്നുണ്ടാകും. പലരുടെ അനുഭവം അതാണ്. അവരവിചാരിത അവിടെ എത്തിപ്പെട്ടു. അവിടെ എത്തിപ്പെടുമ്പോൾ അവർക്ക് എന്തോ ഒന്ന് ജീവിതത്തിൽ അവർ നഷ്ടപ്പെടുത്തിയിരുന്ന എന്തോ ഒരു കണ്ണി അവിടുന്ന് കിട്ടും. ജീവിതം വീണ്ടും സുഖാനുഭവത്തിൽ. അപ്പൊ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക്. അപ്പൊ മൂകാംബിക ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടി പറയാനുണ്ട്. ഒരാൾക്ക് കുലദേവതയെ അറിയില്ല എന്ന് വെച്ചോളൂ, എനിക്ക് എന്റെ കുലദേവതയെ അറിഞ്ഞൂടാ എന്ന് വിചാരിക്കുക. അപ്പൊ നേരെ ഈ മഹാക്ഷേത്രങ്ങളിൽ പോകണം. അവിടെ സകല ദേവതാരൂപിണിയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്ന് പറയുമ്പോൾ തമാശയ്ക്ക് പറയുന്നില്ല. മഹാലക്ഷ്മിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗം ദേവതകളും, മഹാസരസ്വതിയുടെ കൂടെ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ദേവതകളും, കാളിയുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന എല്ലാ ദേവതകളും അവിടെ ഒരുമിച്ചിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പൊ അവിടെ പോകുമ്പോ നമ്മുടെ ചീട്ടും അവിടെ ഉണ്ട്, നമ്മുടെ താക്കോലും അവിടെ ഉണ്ട്. അത് ഒരു തവണ ചിലപ്പോൾ പോകുമ്പോൾ കിട്ടും, ചിലപ്പോൾ 10 തവണ പോകുമ്പോഴേക്കും കിട്ടുക. ഇപ്പൊ യേശുദാസ് ഒരു ക്രിസ്ത്യാനിയാണ്, അയാൾക്ക് എന്ത് കുലദേവത എന്ന് വെച്ചാൽ അയാൾക്കും കുലദേവതയുണ്ട്. എല്ലാവരും മതം മാറിയതാണല്ലോ. അദ്ദേഹത്തിന്റെ പൂർവ്വ കുലദേവത അങ്ങനെ കടന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ ആദ്യ ഘട്ടം എങ്ങനെയായിരുന്നു? പട്ടിണിയും വറുതിയുമായിരുന്നു. 16 രൂപ ടാക്സിക്ക് കൊടുക്കാനില്ലാത്ത ആളായിരുന്നു യേശുദാസ്. 2 ഷർട്ട് മാറിയിടാനില്ലാത്തതുകൊണ്ട് വെള്ള ഷർട്ട് മാത്രം ഇട്ട ആളാണ്. ആ ആളെങ്ങനെ ഇത്ര കോടീശ്വരനായി ചോദിച്ചാൽ അതിന് കാരണം വേണമല്ലോ. അയാൾ പാടാൻ അറിയുന്നതുകൊണ്ട് കോടീശ്വരൻ. ഇത്ര പാടാൻ അറിയുന്ന എത്ര പേരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കണ്ടു, സംഗീത കോളേജിൽ നല്ല രീതിയിൽ പാസ്സായ ഒരാൾക്ക് മാനസികാസ്വാസ്ഥ്യം വന്നിട്ട് അയാൾക്ക് ഒന്നും ആവാൻ പറ്റാണ്ട് പോയൊരു കഥ മനോരമയിലൊക്കെ കണ്ടു. ഇപ്പൊ പാടാൻ അറിയുന്നു എന്നുള്ളത് പ്രശസ്തനായ പണം ഉണ്ടാവുകയും ചെയ്യില്ല. കുലദേവത പ്രസാദിച്ചാൽ കേനാബി എങ്ങനെയാണ് അച്ഛനും വേണ്ടില്ല. കുലദേവത പ്രസാദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനവും ഉണ്ടാവും, പ്രജകളും ഉണ്ടാവും. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. അപ്പൊ അങ്ങനെ മഹാന്മാർ എന്തൊക്കെ ചെയ്ത് കാണുമ്പോഴാണ് ചിലർക്ക് തോന്നുക എന്തൊക്കെ അവിടെ വിശേഷമുണ്ട് എന്നാലൊന്ന് പോയി കാണാം. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഉത്തരേന്ത്യയിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം വേണ്ട, ഉത്തരേന്ത്യയിൽ വേണ്ട, ആന്ധ്രയിൽ നോക്കാം. ആന്ധ്രയിൽ സത്യസായി ബാബ അവതരിച്ചു. സത്യസായി ബാബ അവതരിച്ചപ്പോ പല ആളുകളും അദ്ദേഹത്തിന്റെ സിദ്ധികൾ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രേമം കണ്ടിട്ടാണോ അദ്ദേഹത്തോട് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭക്തരായി തീരെ ചെയ്തത്. ഇപ്പൊ അത് ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അപ്പൊ ചിലർ ചോദിക്കുക അവരൊന്നും കുലദേവത ആരാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ ബാബ എന്ന ശബ്ദം അടിസ്ഥാനപരമായിട്ട് അച്ഛൻ എന്നാണ് അർത്ഥം. ബാബ എന്നൊരു ശബ്ദത്തോട് ഒരാളെ അഭിസംബോധന ചെയ്താൽ അടിസ്ഥാനപരമായിട്ട് അത് ചെന്ന് ചേരുന്നത് ശിവനിലാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിച്ചാൽ ഒരു മഹാത്മാവ് ഒരു അവതാരം വന്നാൽ ആ അവതാരത്തിന് ഒരു പരിധി വരെ ഈ കുലദേവത പരിഹാരമായി വർത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇക്ഷ്വാകു കുലത്തിന് ശരിക്കു പറഞ്ഞാൽ സൂര്യനാണ് അവർക്ക് ആരാധ്യ ദേവത. സൂര്യനാണ് ശരിക്കും അവരുടെ സൂര്യവംശമാണ്. പക്ഷേ ഇക്ഷ്വാകു കുലത്തിൽ രാമൻ വന്നതിന് ശേഷം സൂര്യനോടൊപ്പം രാമനെയും ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ രാമന്റെ കുലദേവത എന്ന് പറയുന്നത് കാളിയാണ്. കഴിഞ്ഞ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കല്ല, തറക്കല്ലിടുന്ന സമയത്ത് അവിടുത്തെ പണ്ഡിതന്മാർ, അവിടുത്തെ ഈ പൂജകന്മാർ വിളിച്ചു പറയുന്നത് കേട്ടുമല്ലോ, രാമചന്ദ്രസ്വാമിയുടെ കുലദേവതയായ കാളിക്ക് വേണ്ടിയിട്ട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാമചന്ദ്രസ്വാമി ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്. ആ കുലത്തിൽ കാളി ആരാധിച്ചിരുന്ന തെളിവല്ലേ അത്. ഇനി പോട്ടെ, ലളിതാ ത്രിശതിയിൽ ഒരു മന്ത്രമുണ്ട്. ഓം ഹലഭൃത് പൂജിതായേ നമഃ. ഹലധാരിയാൽ പൂജിക്കപ്പെട്ടവൾക്ക് നമസ്കാരം. ഹലധാരി ആരാണ്? ശ്രീകൃഷ്ണന്റെ ചേട്ടൻ ബലരാമനാണ്. ബലരാമൻ ദേവിയെ പൂജിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബലഭദ്രനാൽ പൂജിക്കപ്പെട്ട ദേവി എന്നർത്ഥം. ലളിതാ ത്രിശതിയിലുണ്ട് ഈ മന്ത്രം, ഓം ഹലഭൃത് പൂജിതായേ നമഃ. അപ്പൊ എന്ന് പറഞ്ഞാൽ ശക്തിയെ ആരാധിക്കാത്ത അവതാരങ്ങൾ പോലുമില്ല. ബ്രാഹ്മണരുടെ കുലമെടുത്താൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗിക്കപ്പെടുന്ന മന്ത്രം ഗായത്രി മന്ത്രമാണ്. ഗായത്രി മന്ത്രം ആരാണ്? ഗായത്രി സാക്ഷാൽ ദേവിയാണ്, വേദമാതാവാണ്. അവിടെയും മാതൃശക്തിയാണ്. അപ്പം എന്തൊക്കെ രീതിയിൽ ദേവതാരാധനകൾ പിരിഞ്ഞാലും അതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ യോനിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പുറപ്പെടൽ സ്ഥാനം, അതിന്റെ സർഗസ്ഥാനം അത് മാതൃത്വമാണ്. ഒരു സംശയം കാര്യത്തിലില്ല. ആചാര്യസ്വാമികള് ശിവശക്തിയായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അതസ്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി
പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യ പ്രഭവതി എന്നാ വിജയിക്കണം. ശിവനേക്കാൾ മേലെ വിജയിക്കണം ദേവിയെ. ശങ്കരാചാര്യ സ്വാമികൾ അമ്മ പക്ഷക്കാരനാണ്, ഒരു സംശയവും വേണ്ട. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പൂർണ്ണ നദിയെ ഇങ്ങോട്ട് ഒഴുക്കിയ ആളാണ്. അമ്മ പക്ഷക്കാരാണ് ഇവരൊക്കെ. അപ്പൊ എന്റെ അർത്ഥം എന്താണ്? ഇതാണ്. ഇപ്പൊ ഞാൻ കലങ്കരിയെ പറ്റി പറഞ്ഞു, പൊങ്കലിനെ പറ്റി. ഇതിന്റെ അർത്ഥം ബീജമാണ്. അപ്പൊ ഇതിനൊരു കാരണം ഉണ്ടാവും. എന്തിനാ ഇപ്പൊ ദേവിയുടെ കാവുകളിൽ പോയിട്ട്, ആറ്റുകാലായാലും ഇപ്പൊ മാടായിക്കാവിലാണെങ്കിലും ഇനി മറ്റ് ദേവിയുടെ വിശേഷപ്പെട്ട കാവുകളിലൊക്കെ എന്തിനാണ് കലങ്കരിയും അല്ലെങ്കിൽ പിന്നെ ഈ പൊങ്കലും നടത്തുന്നത്? പൊങ്കൽ എന്ന ശബ്ദം തമിഴ് അർത്ഥം, പൊങ്കൽ തമിഴ് വാക്കാണ്. മലയാളത്തിൽ അത് പൊങ്ങലാണ്. പൊങ്ങുക, പൊന്തുക, തിളച്ചു മറിയുക, പുറത്തേക്ക് പൊന്തി ഒഴുകുക, ഇതിനാണ് പൊങ്കൽ എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായും സുസ്പഷ്ടമായും ലൈംഗികമാണ്. ലിംഗത്തെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ പ്രജകൾ പുനഃസൃഷ്ടിക്കപ്പെടണം. അതായത് ഇവരെ വന്ധ്യതയൊക്കെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് വെച്ചാൽ കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാവണം, പ്രജയുണ്ടാവണം. മാത്രമല്ല വിതയ്ക്കുന്ന വിത്തെല്ലാം മുളച്ചു പൊന്തണം, പൊങ്കൽ. അപ്പൊ ഉത്കർഷം സംസ്കൃതത്തിൽ പറയും, മുകളിലേക്കുള്ള ആ ഉയർച്ച, ഉത്കർഷം ഉണ്ടാവാൻ. അത് ഏത് രീതിയിലാവാം. ധനത്തിന്റെ ഉയർച്ചയാവാം, പ്രജകൾ ഉണ്ടാവലാവാം, പിന്നെ വിതച്ച വിത്ത് മുളച്ചു പൊന്തലാവാം, കുട്ടികൾ പഠിത്തത്തിൽ ഉയരലാവാം. ഉയരുക എന്ന ഉത്കർഷത്തിന്റെ ചിന്തയാണ് പൊങ്കലിലുള്ളത്. ഈ പൊങ്കൽ ദേവിക്ക് സമർപ്പിക്കുകയാണ്. എന്തിനാണത്? അതിനൊരു കഥയുണ്ട്. മഹാദേവനെ തപസ്സിൽ നിന്ന് ഉണർത്തിയിട്ട് ലൈംഗിക ചേഷ്ടയ്ക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇണചേരാൻ പ്രേരിപ്പിച്ചാലേ ലോകമുള്ളൂ, ശിവശക്തികൾ സംഗമിച്ചാലേ പ്രപഞ്ചമുള്ളൂ. ശ്വേത രേണുവും ശോണിതവും, അതായത് ബീജവും അണ്ടവും ചേർന്നാലേ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ശിവക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുവപ്പും വെള്ളയും പെയിന്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം അത് ശിവക്ഷേത്രമാണ് അല്ലെങ്കിൽ ദേവീക്ഷേത്രമാണെന്നാണ്. എന്ന് വെച്ചാൽ ശിവകുടുംബത്തെ കാണിക്കുന്ന എപ്പോഴും ശുക്ല ശോണിതങ്ങളുടെ റെഡ് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ അതൊരു വളരെ സിംബോളിക് ആണ്. റെഡ് ഡിനോട്ട്സ് ഈ സ്ത്രീയുടെ അണ്ടത്തെയാണ്, പുരുഷന്റെ ബീജത്തെയാണ് വൈറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ശരി. അപ്പൊ അവിടെ കാമദേവൻ വന്നിട്ട് തപസ്സിൽ നിന്ന് ശിവനെ ഉണർത്തിയിട്ട് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂവം പെയ്തു എന്നാണ്. അതിൽ ക്രുദ്ധനായ മഹാദേവൻ, മഹാജ്ഞാനിയായ മഹാദേവൻ അവനെ തൃക്കണ്ണ് തുറന്നിട്ട് എരിച്ചു കളഞ്ഞു എന്നാണ്. അപ്പൊ തൃക്കണ്ണ് തുറന്ന് എരിച്ചു കളഞ്ഞാൽ പിന്നെ കാമദേവൻ ഇല്ലാതായാൽ നാട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നും പരസ്പര ബന്ധമില്ലാതെ വേളി കഴിച്ചവർ പോലും സംഗമിക്കാതിരിക്കുകയും പ്രപഞ്ചം ഉടനെ തന്നെ അടുത്ത പ്രജയില്ലാതെ നശിച്ചു പോവുകയും ചെയ്യുന്നത് വളരെ സുസ്പഷ്ടമായ കാര്യമാണ്. അപ്പൊ അത് കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിത്രേ. അപ്പോ ഉടനെ ദേവിയാണല്ലോ ഇതിന്റെയൊക്കെ എല്ലാത്തിനും കെയർ ടേക്കർ എല്ലാത്തിന്റെയും. അപ്പൊ അമ്മ പറഞ്ഞു, രതീദേവി ഒന്ന് കരഞ്ഞു പറഞ്ഞു എന്നാണ്, എനിക്കിപ്പോ ജോലിയില്ല, ആരുടെയും മനസ്സിൽ വികാരം ഉണ്ടാകുന്നില്ല, പുരുഷന് സ്ത്രീയെ വേണ്ട, സ്ത്രീക്ക് പുരുഷനെ വേണ്ട. അപ്പോ രതീദേവി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അനങ്കനെ ആ ചിതയിൽ നിന്ന്, ഭസ്മത്തിൽ നിന്ന് തന്നെ അനങ്കനെ ഉണ്ടാക്കി. അനങ്കൻ എന്ന് പറയുന്നതാണ് അംഗമില്ലാത്തവൻ, കാണപ്പെടാത്തവൻ, സൂക്ഷ്മമായവൻ എന്നാണ്. ഒരു കാമവികാരം പുരുഷന്റെ മനസ്സിൽ മുളയ്ക്കുന്നത് രൂപമില്ലല്ലോ, ഇങ്ങനെ അത് വന്ന് അകത്ത് കയറുന്ന ആരും കാണുന്നില്ല. പക്ഷെ അത് തലയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വന്ന് കയറുന്നു. രൂപമില്ലാതെ, അനങ്കനാണ്, അംഗമില്ലാത്തവൻ, രൂപമില്ലാത്തവൻ വന്ന് കയറാൻ തുടങ്ങി. മാത്രമല്ല ദേവിയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് വില്ല് ഈ അനങ്കനെയാണ് അത്രേ കാണിക്കുന്നത്. അതായത് കാമത്തെയാണ് കാണിക്കുന്നത്. ഈ കാമം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. കാമശക്തി ഇല്ലാതെ ഒരിക്കലും ഒരു സൃഷ്ടി ഉണ്ടാവുന്നില്ല. ഈ കാമശക്തിയെ തന്നെയാണ് ഇച്ഛാശക്തി എന്ന് വിളിക്കുന്നത്. ഈ കാമശക്തി ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പം ഈ സ്ത്രീകളെല്ലാം ദേവിയെ ജഗത്പിതാക്കൾ തമ്മിൽ ഇണചേരാൻ വേണ്ടിയിട്ട് ഈ ഗർഭപാത്രത്തിന് സമാനമായിട്ട് കുടങ്ങളിൽ പിന്നെ കഞ്ഞി വേവിച്ചിട്ടും പായസം തിളപ്പിച്ചിട്ടും ആരാധിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതുപോലെ ഞങ്ങൾക്കും നിങ്ങൾ തമ്മിൽ ഇണചേർന്ന് ഞങ്ങൾ ഇത് നേദിക്കുകയാണ്. ഞങ്ങൾ ഈ വറ്റുകളെല്ലാം ബീജമാണ്, ഇതെല്ലാം ഈ പിന്നെ ശുക്ലശോണിതങ്ങളാണ്, ഇത് അങ്ങോട്ട് നേദിക്കുകയാണ്. ഇത് നേദിച്ച് ഞങ്ങൾക്ക് തരേണ്ടതാണ്, ഞങ്ങൾക്ക് സുപ്രജകളെ തരണം, ഞങ്ങൾക്ക് വിളവ്, ഞങ്ങൾ വിതച്ച വയലുകളെല്ലാം സമൃദ്ധമായിട്ട് കൃഷി നന്നാവണം, ഞങ്ങളുടെ മക്കൾക്ക് തൊഴിലുണ്ടാവണം, ഞങ്ങളുടെ തൊഴിലുകൾ അഭിവൃദ്ധിപ്പെടണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദേവിക്ക് കാളിക്ക് ഈ ഒരു കരിങ്കലശം അല്ലെങ്കിൽ കലശം, അല്ലെങ്കിൽ തെക്കോട്ടൊക്കെ പറയുകയാണെങ്കിൽ പൊങ്കൽ, തമിഴ്നാട്ടിൽ പൊങ്കൽ, ഇതൊക്കെ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാർ. അപ്പൊ കാമദേവനുള്ള പൂരണമായിട്ടാണ് ഇത് ചെയ്യുന്നത്, കാമപൂരണം. ഉദാഹരണം പറഞ്ഞാല് ഈ മീനമാസമാണ് വരുന്നത്. മീനമാസത്തിലാണ് മിക്ക ഭഗവതി കാവുകളിലും
കുലദേവതാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ ഉത്സവങ്ങൾ വരുന്നത്. അത് ഉത്സവം എന്നല്ല പറയാം, വടക്കോട്ടൊക്കെ പൂരം എന്നാ പറയും. പൂരം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുന്നത് എന്നർത്ഥം. അതായത് പുരുഷനും സ്ത്രീയും തമ്മിൽ യാതൊരു ഇച്ഛയും പരസ്പരമില്ലാതെ കാമദേവൻ മരിച്ചുല്ലോ, കാമദേവൻ മരിച്ചുപോയി, ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാൻ. അവ തമ്മിൽ പൂരിപ്പിക്കുന്ന ഒന്നുമില്ല. ഇവരെ തമ്മിൽ പൂരിപ്പിക്കുന്ന എന്താണ്? അത് കാമമാണ്. അപ്പോഴേ പുരുഷൻ സ്ത്രീയെ കാമിക്കണം, സ്ത്രീ പുരുഷനെ കാമിക്കണം. അതായത് വേളി കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ പുരുഷൻ ഇഷ്ടപ്പെടണം, ഭാര്യയ്ക്ക് പുരുഷനോട് ഇഷ്ടം വരണം. അപ്പോഴേ അടുത്ത സന്തതി ഉണ്ടാവുള്ളൂ. മാത്രമല്ല കുടുംബത്തിന് ധന്യതയും സ്നേഹവും ഉണ്ടാവുള്ളൂ. ആ ഐക്യം വരാൻ വേണ്ടിയിട്ട് പൂരിപ്പിക്കുന്ന ചടങ്ങായിട്ടാണ് മിക്ക കാവുകളുടെയും പൂരങ്ങൾ നടക്കുന്നത്. ആ പൂരങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കാം? ഈ പൂരം നടക്കുന്ന കാവുകളിലെല്ലാം ചുറ്റിലുള്ള അങ്കനമാരെ കൊണ്ട് കാമദേവനെ പ്രീതിപ്പെടുത്തുന്ന പാട്ടും കളിയുമാണല്ലോ. കാവ് ഭഗവതിയുടെയാണ്, പക്ഷെ നടക്കുന്ന പാട്ടും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മുറ്റം ചാണകം മെഴുകും ആദ്യം സ്ത്രീകൾ. വേളി കഴിയാത്ത കുട്ടികളാണ്, ചില വേളി കഴിഞ്ഞവരാണെങ്കിലും എന്ത് ചെയ്യും? കാമദേവനെ മണ്ണും ചാണകവും ചേർത്തിട്ടൊരു രൂപം ഉണ്ടാക്കും. മണ്ണും ചാണകവും ചേർത്തിട്ട് രൂപം ഉണ്ടാക്കിയിട്ട് മഞ്ചാടിക്കുരു കൊണ്ട് കണ്ണ്, അരി കൊണ്ട് പല്ലൊക്കെ വരച്ച് കാമദേവനായിട്ട് അലങ്കരിച്ച് ആ കാമദേവനെ പൂജിക്കുന്ന ഒരു ചടങ്ങ് ഈ മിക്ക പൂരങ്ങളുടെ കൂടെ, ഈ എല്ലാ ഭഗവതി കാവുകളുടെയും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഒരാളൊരു യോഗ്യനല്ല, ഒന്നിനും കൊള്ളാത്തവനാണ് കാണിക്കാൻ ഒരു വാക്ക് പറയും. വിശേഷിച്ച് വടക്ക മലബാറില് അവന് മണ്ണും ചാണകവും അറിയില്ല. അയ്യോ അവനാണോ പറയണത്, അവനൊരു മണ്ണും ചാണകവും നിശ്ചയില്ല എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം ശരിക്കും? പൂരം വരുമ്പോ കാമകേളിയാണ് ഈ കാണിക്കുന്നത്. അതായത് അവനെ കൊണ്ട് അവന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ല, അയോഗ്യനാണ്, ഷണ്ടനാണ് എന്ന് പറയുന്നതിന് പകരം ഈ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള മണ്ണും ചാണവും ചേർത്ത് കാമദേവൻ ഉണ്ടാക്കുമല്ലോ, അത് ചേർക്കാൻ പോലും അവൻ അറിഞ്ഞുകൂടാ. ഒരു കാമദേവനെ കാമം പോയിട്ട് കാമദേവന്റെ രൂപം ഉണ്ടാക്കാൻ പോലും ഇവനൊന്നും അറിഞ്ഞുകൂടാ. മണ്ണും ചാണകവും അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. പല ചൊല്ലുകളിലും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പല താന്ത്രികമായ പ്രായോഗികമായ അർത്ഥങ്ങളും കാണാൻ പറ്റും. അപ്പൊ കാമദേവനെ എരിച്ചു കളഞ്ഞ ത്രിപുരാരിയോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങൊന്നുണർന്ന് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജഗത് പിതാക്കന്മാരാണ് ഇവര്. നമ്മളെല്ലാവരും വേലി കഴിക്കുന്നതും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതും അതിന്റെ തുടർച്ചയാണ്, അതിന്റെ റെപ്ലിക്കകളാണ്. എവിടെ ഏത് ജപ്പാനിലാണെച്ചാലും അമേരിക്കയിലാണെച്ചാലും വേട്ടു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. കല്യാണം കഴിച്ചു പറഞ്ഞാൽ അതിൽ വേഴ്ച നടന്നു വെച്ചാൽ അതിന്റെ അർത്ഥം അവിടെ ശിവശക്തി സംഗമം ഉണ്ടായിരുന്നു. ശുക്ലവും ശോണിതവുമാണ് ശരീരത്തിന് ശിവനും ശക്തി. ഇതേ ശുക്ല ശോണിതങ്ങളെ യോഗി എന്ത് ചെയ്യുന്നു? വിരക്തി കൊണ്ടും പ്രാണായാമം, അവിടെയും കാളിയുടെ ഊർധ്വഗതിയാണ്, പ്രാണായാമം കൊണ്ട് രേതസ്സിനെ ഊർധ്വരേതസ്സാക്കി മാറ്റുമ്പോൾ അവൻ ശിവനായി തീരുന്നു. ഇപ്പൊ യോഗമാവട്ടെ തന്ത്രമാവട്ടെ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. ഈ ശുക്ല ശോണിതങ്ങൾ അതിശക്തമായിട്ട് അതിന്റെ ചലനം താഴോട്ടായിരിക്കണം സാധാരണ ജനങ്ങളിൽ. കാരണം അപ്പൊ മാത്രമേ അവർക്ക് ലോകത്ത് നിലനിൽക്കാനും ആ വ്യക്തികളോട് കാമം ഉണ്ടാകാനും പറ്റുള്ളൂ. അപ്പൊ ശിവശക്തികളെ താഴോട്ട് വലിക്കുന്ന ഒന്നാണ് കാമമാണ്, അതൊരു ഊർജമാണ്. ആ ഊർജം നിലനിന്നില്ലെങ്കിൽ പ്രപഞ്ചത്തില് ഒരൊറ്റ കുട്ടി പോലും പറക്കില്ല. അപ്പൊ നമ്മുടെയൊക്കെ തറവാടുകളില് ഇപ്പൊ നമ്മുടെ റോഡിൽ നോക്കി കഴിഞ്ഞാൽ വന്ധ്യതാ ക്ലിനിക്കുകൾ ഒരുപാടുണ്ട്. ഇതെങ്ങനെ വന്നു? നമ്മള് കുലദേവതയെ, അത് മിക്കവാറും ജഗത്പിതാക്കളായ ശിവശക്തികളെ പിണക്കിയത് കൊണ്ടാണെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തെ റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെവിടെ പോയാലും നമ്മളുടെ നാട്ടില് ഏത് നാട്ടിലായിക്കോട്ടെ നമ്മുടെ കുലദേവതയും കൊണ്ടുപോയി ആരാധിക്കണം. അപ്പൊ അമേരിക്കയിലായിക്കോട്ടെ, നിങ്ങൾ ജപ്പാനിലായിക്കോട്ടെ, നിങ്ങൾ ചൈനയിലായിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ, കുലദേവതയെ ഉപാസിക്കാനുള്ള വഴിയിട്ട്. ഇപ്പൊ നമുക്കറിയാം ഈ കാവുകളിലെല്ലാം പാട്ടും പൂരവും പൂരക്കളിയും പിന്നെ അല്ലെങ്കിൽ തെയ്യം ഒക്കെയാണ് ഉള്ളത്. തെയ്യം എന്ന പദം ദൈവം എന്ന പദത്തിന്റെ ഗ്രാമ്യപദമാണ്. ഇതൊക്കെ ദൈവക്കോലങ്ങളാണ്. ഇപ്പൊ അങ്ങോട്ട് കടന്നാൽ തുളുനാട് കടന്നാൽ അവിടെയും ഈ ദൈവക്കോലങ്ങളാണ്. ബപ്പുരനും ഭൈരവനാണത് ബപ്പുരൻ. അതുപോലെ വാരാഹിയെ പഞ്ചുരുളിയായിട്ടും പിന്നെ അതിന്റെ പുരുഷഭാവമായിട്ടും വരാഹമൂർത്തിയായിട്ടും ഒക്കെ ഉപാസിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ കാന്താരം എന്നൊരു പടം, അതില് പേർത്തും പറയുന്നത് എന്താണ്? കുലദേവതയാണ് എല്ലാ വിജയത്തിനും കാരണം, നാശത്തിനും കാരണം. അതിലെ നായകൻ ഋഷഭ് ഷെട്ടി അയാളുടെ തല പോട്ട പഴയ കുലദേവനെ ആരാധിച്ച കല്ലിൽ പോയി അടിക്കുമ്പോഴാണ് അയാളിലേക്ക് ആ കുലദേവത ശക്തി ആവാഹിക്കുകയും ആ ശത്രുക്കളെ നിഗ്രഹിക്കാൻ പറ്റുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ കുലങ്ങളെ ബാധിച്ചിരിക്കുക. ബാഹ്യത്തിൽ നിന്ന് വരാം. ഇപ്പം ചെറിയ ഉദാഹരണം പറയാം. ബാഹ്യ ഒരു അന്യമതസ്ഥനായ ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ അയാൾ നമ്മുടെ അതിഥിയാണ്. അയാളെ നമ്മൾ സ്വീകരിക്കും, ആഹാരം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ചിലപ്പം അയാൾ പോകുന്നു. അതിനപ്പുറത്തേക്ക് അയാളുടെ ആശയത്തെ നമ്മൾ സ്വീകരിച്ചു വെക്കാറില്ല. ഇപ്പൊ പല ഹിന്ദുക്കളുടെയും വീട്ടിൽ കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കാളിയുടെ ഫോട്ടോ വെക്കില്ല,
അതിന് പറ്റിയ വിഡ്ഢികളായ ജ്യോത്സ്യന്മാരുണ്ട്. കാളിയുടെ ഫോട്ടോ വെക്കരുതെന്ന് പറയുന്നവരുണ്ട്. കാളിയുടെ ഫോട്ടോ വെക്കില്ല, ശിവന്റെ ഫോട്ടോ വെക്കില്ല, ബുദ്ധന്റെ പടം വെക്കും. ബുദ്ധൻ ആരാണ്? വേദം നിന്ദിച്ചയാളാണ്. വേദം വെറും പൊട്ടത്തരാണെന്ന് പറഞ്ഞ ആളാണ്, നാസ്തികനാണ്, ആത്മാവില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഹിന്ദുക്കൾ ചെയ്യുന്ന എന്താണ്? മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൂർവിക ദേവതകളെ അടിച്ചു പുറത്താക്കുകയാണ്. അപ്പൊ കുലദേവത ആരാധന എങ്ങനെ ചെയ്യാം ചിലർ ചോദിക്കും. അത് ഓരോ ദേവതയുടെ വിധാനം അനുസരിച്ചിരിക്കും. അതിന് ഏറ്റവും ലളിതമായൊരു ചടങ്ങ് പറയാം. ഐതിഹ്യമാല വായിക്കാത്തവരുണ്ടാവില്ലല്ലോ. ഐതിഹ്യമാലയിൽ പല കുലങ്ങളുടെയും കഥകളും അതിലെ കുലദേവതകളെ പറ്റിയൊക്കെ നന്നായി പരാമർശിക്കുന്നുണ്ട്. അതില് ഒരു നമ്പൂതിരി അയാളെ യക്ഷി പിടിക്കാൻ വന്നൊരു കഥയുണ്ട്. അയാളുടെ കയ്യിൽ ഒരു ദേവീ മാഹാത്മ്യം ഗ്രന്ഥം ഉണ്ടായിരുന്നു. ചണ്ഡി എന്ന് പറയും, ഉത്തരേന്ത്യയിൽ ചണ്ഡി പാഠം എന്ന് പറയും, ദുർഗാ സപ്തശതി എന്ന് പറയും, നമ്മുടെ ദേവി മഹാത്മ്യം. ആ ദേവി മഹാത്മ്യം കയ്യിലുള്ളത് കൊണ്ട് ഈ യക്ഷിക്ക് ഇയാളെ പിടിച്ചു തിന്നാൻ പറ്റിയില്ല അത്ര. അങ്ങനെ ഇയാളെ കൊണ്ട് പല കളിയും കളിപ്പിച്ചെങ്കിലും ഇയാളെ ദേവി മഹാത്മ്യം കയ്യിൽ നിന്ന് താഴെ വെച്ചില്ല. അവസാനം ചോറ്റാനിക്കരെ പോയിട്ട് ആ ദേവിയുടെ അടുത്ത് എത്തിയപ്പോൾ ദേവി ഈ യക്ഷിയെ വധിച്ചു എന്നും ആ കുളത്തിലാക്കുമ്പോൾ ആള് കഴുകിയെന്നും കീഴ്ക്കാവിൽ അമ്മയായിരുന്നു എന്നൊക്കെ കഥ നമുക്കറിയാം, ചോറ്റാനിക്കര അമ്മയെ പറ്റി. അതിന്റെ പിന്നിലുള്ള കാര്യത ദേവി മഹാത്മ്യ പാരായണം, അതുപോലെ ചണ്ഡികാ ഹോമം, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ അറിയാതെ എങ്ങാനും കുലദേവത ദോഷമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കുലദേവതയെ ഉപാസിക്കാത്ത കുടുംബമാണെങ്കിൽ, അല്ലെങ്കിൽ കുലദേവത ആരെന്നറിയില്ലെങ്കിൽ ദേവി മഹാത്മ്യ പാരായണം വിദ്യാവണ്ണം ചെയ്താൽ വലിയൊരു പരിധി വരെ കുലദേവത ശാപത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും. പിന്നെ കുലദേവത എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ചില താന്ത്രിക വിധികളൊക്കെ ഉണ്ട്. സ്വപ്നത്തിൽ കുലദേവത വന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ചില വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ദിവസം ഇന്ന രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ വന്നിട്ട് ഇടങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരും, ഇന്നതാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ മിക്ക പേർക്കും അവിടെ തകർന്നു കിടന്ന ഒരു കാവിന്റെ അംശം കണ്ടെത്താൻ പറ്റും. അവിടുത്തെ ദേവതയെ പിന്നീട് എത്രയോ പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം കുലദേവത എന്നതൊരു ഇറ്റേണൽ എൻറ്റിറ്റിയാണ്. ഇറ്റ് ഡസന്റ് എൻഡ്. അനാദി നിധന എന്ന് ലളിതാ സഹസ്രനാമം പറയും. ആദിയുമില്ല അന്തവുമില്ല. ആ ശിവശക്തികളുടെ അവിച്ഛിന്നമായ തുടർച്ചയാണ്. നിങ്ങളത് മറന്നുപോയി മാത്രമാണ് അതിന്റെ അർത്ഥം അവരില്ലാതായി എന്നല്ല. അതിന് ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ആകാശത്തെ നോക്കുമ്പോൾ മേഘം മറിഞ്ഞിട്ടുണ്ടാകും സൂര്യനെ. അപ്പൊ നമ്മൾ പറയും, ഓ സൂര്യനെ മേഘം മറച്ചു എന്ന് പറയും. പക്ഷെ സത്യത്തിൽ എന്താ? സൂര്യനെ അറിയാൻ പോലും അങ്ങനെ മേഘമുള്ള കാര്യം. സത്യത്തിൽ നമ്മുടെ കണ്ണിനെയാണ് മേഘം മറച്ചത്, സൂര്യനെ മറച്ചതല്ല. നമ്മുടെ കണ്ണിനെയാണത് മറിച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനാവും. അതുപോലെ പല മോഡേണിസം പറഞ്ഞിട്ടാണെങ്കിലും നാസ്തികത പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പൂർവികർ ഉപാസ്യതയൊക്കെ നമ്മൾ നിർത്തിവെച്ചു എന്നുള്ളതാണ് സത്യം. അവരില്ലാതായി എന്നതിന് അർത്ഥമില്ല. ആ എനർജി വർക്ക് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു കുലത്തെ സംരക്ഷിച്ച് അവിടെ പ്രജ ഉണ്ടാവുക, അവിടെ ധനം ഉണ്ടാവുക, കൃഷി നന്നാവുക, അവിടെ ശാന്തി ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ ദേവതയ്ക്ക് അതിശക്തി ഉണ്ടാവണം. ആ ശക്തി ഉള്ളതുകൊണ്ട് അപ്പൊ അതിന്റെ അനുഗ്രഹ കലയാണ്. നല്ലവണ്ണം ഒരാളെ സേവിച്ചിരുത്തിയാൽ അയാളുടെ അനുഗ്രഹ കലകൾ പ്രവർത്തിക്കും. അതേ ആളെ അപമാനിച്ചാലോ അയാളുടെ നിഗ്രഹ കലകൾ പ്രവർത്തിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് ഇസ്തിരിപ്പെട്ടി നല്ലതാണ്. ഇസ്തിരിപ്പെട്ടിയെ തോന്നിയാസം കളിച്ചാൽ ഷോക്ക് അടിക്കും, അതിലെ പൊള്ളിക്കാനുള്ള കഴിവതിനുണ്ട്. അതിന് പൊള്ളിക്കാൻ കഴിയും, അതിന് ഷോക്ക് അടിപ്പിക്കാൻ കഴിയും. ഈ ഇലക്ട്രിസിറ്റി അതിൽ കയറി ഊഞ്ഞാലാടിയാലും പടമായി പോകും. അപ്പം ഈ ഇതേ ഇലക്ട്രിസിറ്റി നമുക്ക് വലിയ കാര്യങ്ങൾക്ക് ഉപകരിക്കും, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ദേവതയുടെ അനുഗ്രഹ ശക്തിയെ അനുകൂലമാക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് കുലദേവത ആരാധന. ശിവനായാലും കാളിയായാലും അതിന് ഭൈരവന്മാരായാലും ഇപ്പൊ ചില കോഴിക്കോടൊക്കെയുള്ള ചില സമുദായക്കാരുടെ, ഈഴവ സമുദായക്കാരുടെ ഒക്കെ ദണ്ഡൻകാവ് അവരെ കുലദേവത ദണ്ഡനാണ്. ദണ്ഡൻ ആരാണ്? ശിവന്റെ പ്രൊട്ടക്റ്റീവ് ഗാർഡിയൻ ഭൂതഗണ ദേവതകളിൽപ്പെട്ട ഒരു ഉപദേവതയാണ്. അതിന്റെ ജോലി അടിക്കുക. ദണ്ഡൻ എന്ന് പറഞ്ഞാൽ ദണ്ഡിക്കുക എന്നർത്ഥം, അടിക്കുക. ഒരു ഭൈരവനാണ്, വളരെ ചെറിയൊരു. പക്ഷെ അതുപോലും ആ കുലത്തെ സമൃദ്ധമായിട്ട് എത്രയോ, അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതിൽ ഇപ്പൊ നല്ലവണ്ണം ജോലി ചെയ്ത് ജീവിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. എന്താ കാരണം? ആ ദണ്ഡനെ പ്രീതിപ്പെടുത്തി അവർ വലിയ കാര്യം ആലോചിക്കണ്ട, അവരാ ചെറിയ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ പറയില്ലേ, നമ്മുടെ ചെരുപ്പ് നേരെ വെക്കാൻ പഠിച്ചാൽ മതി, നാട്ടിലെ എല്ലാ ചെരുപ്പും നേരെ വെക്കാൻ പഠിക്കണം. നമ്മുടെ ചെറിയ ദേവത എന്നാണെങ്കിലും അതിനെ പൂർണ്ണമായും പ്രീതിപ്പെടുന്നത്. കാരണം അത് നമ്മൾ ഇന്നും ഉണ്ടാക്കിയതല്ല. ഏതോ കാലം മുതൽ നമ്മുടെ കുലത്തിൽ വന്ന് അതിഥിയായി വന്ന ശേഷം നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനം അലങ്കരിക്കുന്ന ശക്തികളാണ്. അത് അപമാനിച്ചുകൂടാ. ഇപ്പൊ മാനിച്ചാലോ നിങ്ങൾക്ക് US-ലെ ഏറ്റവും വലിയ സർജനാണ് പിന്നെ ഏതൊരു നായർ എന്നൊരാൾ പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, ഈ നായർ ഇപ്പൊ ഇത് ആലോചിക്കണ്ടോ? ഇല്ല. അയാൾ അടുത്ത തലമുറ അല്പം പോക്കരടിക്കാരനാവും വരിക, മകൻ. പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇയാൾ ഇത് നേടിയത് ഈ കുലദേവയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഓർത്താൽ മാത്രമേ അവിടെ അത് തുടരുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അനുഗ്രഹ നിഗ്രഹ ശക്തികളുള്ളവരാണ് രാജാക്കന്മാരും ദേവതകളും.
രാജാവിനെ വെച്ച് വിധേയംവണ്ണം ആ ഉപചാരം കൊടുത്ത് ഇരുത്തിയാൽ രാജാവ് ചിലപ്പോൾ വലിയ പണക്കിഴി തന്നു വരും, അല്ലെങ്കിൽ രാജ്യം തന്നെ തന്നു വരും. ആ രാജാവിനെ അവമാനിച്ചാലോ തല പോയ വഴി കാണില്ല. അതുപോലെ തന്നെയാണ് കുലദേവതയും നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കൂടെയുള്ളൊരു ശക്തിയാണ്. അതിനെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ. അപ്രീതി ഒന്നും കൊണ്ടുവരാൻ നോക്കരുത്. സത്യത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോ കൂടുതൽ ഭാഗവതം വായനയ്ക്ക് അവർ കൂടിയപ്പോഴേ ഹരേ കൃഷ്ണ മാത്രം മതി കൊണ്ട് ഒരു വലിയ വിഭാഗക്കാർ കുലദേവതയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എനിക്കറിയാം, അവർ കുലദേവതയെ കാവലിക്ക് തിരിഞ്ഞു നോക്കുമ്പോഴുമില്ല, നീ ഹരേ കൃഷ്ണ മതി. ഇവിടെ കൃഷ്ണനെ അല്ല നിന്ദിക്കുന്നത്. കൃഷ്ണൻ നമുക്ക് ആരാധ്യനാണ്. പക്ഷെ കുലദേവത എന്ന് പറയുമ്പോൾ പെറ്റമ്മയെ പോലെയാണ്. അത് മാറ്റം കിട്ടില്ല. ഫ്രണ്ട്സിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാം, പക്ഷെ നമ്മുടെ അമ്മയാവില്ല. ഫ്രണ്ട്സിന്റെ അമ്മയെ കണ്ടത് അമ്മയെന്ന് തന്നെ നമ്മൾ വിളിക്കുക. അവരെ നമുക്ക് ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെ അല്ല സ്വന്തം അമ്മ. അവർ കുലദേവത എന്താണെന്ന് കണ്ടെത്തിയിട്ട് ജാതകം ശരിക്കും പരിശോധിച്ചാലൊക്കെ ഒരു വിധമൊക്കെ മനസ്സിലാവും ഇന്ന ദേവതയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ചില താന്ത്രിക വിധാനങ്ങൾ വേറെയുണ്ട്. അത് സ്വപ്നത്തിൽ വന്ന് പറയും ദേവത ഇന്നതാണ് കുലദേവത എന്ന് പറയും, ഇന്ന സ്ഥലത്താണ് അതിന്റെ മൂലസ്ഥാനമുള്ളതെന്നും പറയും. ഇനി ഇതിനൊന്നും പറ്റില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഷ്ടമി ദിവസമെങ്കിലും ദേവി മഹാത്മ്യ പാരായണം ചെയ്യുക. ദേവി മഹാത്മ്യം കൊണ്ട് ഒരുവിധപ്പെട്ട കുലദേവത ദോഷങ്ങളൊക്കെ ഇല്ലാതാവും, സംശയമില്ല. അല്ലെങ്കിൽ ഇനി അതും പറ്റില്ല, ലളിതാ സഹസ്രനാമം ജപിക്കുക. ദേവി മഹാത്മ്യം ആകുമ്പോൾ നമുക്ക് 7 ദിവസം കൊണ്ട് ജപിച്ചു തീർക്കാം, 3 ദിവസം കൊണ്ട് ജപിച്ചു തീർക്കാം, ഒരു ദിവസം തന്നെ 9 മണിക്കൂറൊക്കെ എടുത്ത് തീർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സമയം പോലെയാണ്. ഇനി അങ്ങനെയൊന്നും പറ്റില്ല, അരമണിക്കൂറേ പറ്റുള്ളൂ വെച്ചാൽ ലളിതാ സഹസ്രനാമം ചെയ്താലും ഒരു പരിധി വരെയൊക്കെ ഈ കുലദോഷം. കാരണം കുലാങ്കന, കുലാന്തസ്ഥ, കൗരിനി, കുലയോഗിനി ഇതൊക്കെ ആരാണ്? സാക്ഷാൽ ലളിതാംബികയാണ്. അതായത് ത്രിപുരസുന്ദരി തന്നെയാണ് രണ്ടിനുള്ളത്. ഒന്ന് ശ്രീകുലത്തിൽ ആരാധിക്കപ്പെടുന്നു, ഒന്ന് കാളീകുലത്തിൽ ആരാധിക്കപ്പെടുന്നു. മാത്രം ഭേദമൊന്നുമില്ല. ഈ മാതൃ സംവിധാനം എന്തിനാണ് ആ മാതാവിനെ പൂജിക്കുന്നത്? ഈ അമ്മയാണ് കാമദേവന് ജീവൻ കൊടുത്തത്. ഇത്രയുള്ള കാര്യം. വളരെ സിമ്പിളാണ്. കുലദേവത ആരാധനയെ പറ്റി മറ്റുള്ളവർ പറയുന്ന ഡെഫിനേഷൻ ഒന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അത്ര കൺസേണും ഇല്ല. ഇതാണ് കാരണം. ഈ അമ്മയാണ് നമ്മളൊക്കെ ഇത് നിലനിൽക്കാൻ കാരണം. എങ്ങനെ നിലനിൽക്കുന്നത്? കാമദേവനെ വീണ്ടും പറഞ്ഞയച്ചോണ്ട് ഈ ഒരു ഇതിന്റെ നന്ദിയാണ് പൊങ്കാല അങ്ങോട്ട് ഇടുന്നതും കരിങ്കലം നടത്തുന്നതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തെയാണ് അതൊക്കെ കാണിക്കുന്നത്. സോ അവിടെ ഈ ഇന്റർകോഴ്സ് നടക്കണമെങ്കിൽ അവിടെ ആ ഒരു കാമം എന്ന വികാരം ഉണ്ടാവണം. അതിന് കാരണക്കാരിയായിരിക്കുന്ന ഈ അമ്മയാണ്. അച്ഛനും അവസാനം പ്രസാദിച്ചുല്ലോ. അച്ഛനും പ്രസാദിച്ചിട്ടാണല്ലോ പിന്നീട് പ്രജയുണ്ടായത്. അപ്പൊ അതുകൊണ്ട് ശിവനെയും ശക്തിയെയും പല വിധത്തിൽ ഉപാസിക്കും. ഇപ്പൊ രുചിത്തെടുക്കുക, കശ്മീര സംവിധാനത്തിൽ രുചിത്തെടുക്കുക. ഇപ്പൊ കേരളത്തിലെ കാവുകളിലൊക്കെ ഭട്ടാചാര്യ എന്ന് പറയുന്ന ബംഗാളിലെ ആളുകൾ അത്ര പ്രാടന്മാരായിട്ട് വന്നു. ഭട്ടാകാരന്മാരെന്നും പിന്നീട് അവരെ പ്രാടന്മാരെന്നും വിളിക്കാൻ തുടങ്ങി, മൂസതുമാരും. അവരിവിടെ വന്നിട്ട് അവർ ചെയ്തത് തന്നെയാണ്. ബലിയുണ്ട് അവരുടെ കുലത്തിലും കർമ്മത്തിലും. അവരെന്താ ഇരിക്കണേ? ദേവിയെയും ഈ സപ്തമാതൃക്കളെയും വീരഭദ്രനെയും ഗണപതിയും ഒരു ഭാഗത്ത് പ്രദർശിച്ചു. അത് മിക്കവാറും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആയിരിക്കും. പടിഞ്ഞാറോട്ടാണെന്ന് വെച്ചാൽ അത്യുഗ്രമൂർത്തിയായി, വടക്കോട്ടാണെന്ന് വെച്ചാൽ ഉഗ്രമൂർത്തിയായി, കിഴക്കോട്ടാണെങ്കിൽ ശാന്തമൂർത്തിയായി. അപ്പോ അങ്ങനെ പ്രതിഷ്ഠിക്കുകയും അതിന്റെ ആ ദേവിക്ക് കാണാവുന്ന വിധത്തിൽ കിഴക്കോട്ട് ശാന്തനായിട്ട് ശിവനെയും പ്രതിഷ്ഠിച്ചു. ഇതൊക്കെ കാമദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഈ പുസ്തകം നോക്കി തന്ത്രം പഠിച്ച കുറച്ച് ആൾക്കാർ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്, ഓരോന്നിന്റെ സൂക്ഷ്മം ചിന്തിച്ചിട്ടാണ്. അതായത് അവിടെ ശിവൻ അപ്രസക്തനാവുകയും അമ്മ ദൈവം നിയന്ത്രണം കയ്യിലെടുക്കുകയും ചെയ്യാണ്. ഇത് പണ്ട് പറയും, ഈ നമ്മുടെ രാജാ രവിവർമ്മ ഒരു ചിത്രം വരച്ചു ഇത്ര, നമ്മുടെ ഹിയർ കംസ് പപ്പ എന്നുണ്ടൊരു ചിത്രം. അതുപോലെ ഒരു കൊച്ചിനെ ഊക്കത്തെടുത്തിട്ട് അമ്മ അച്ഛനിതാ വരണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഒരാൾ കയറി വരുമ്പോൾ. ആ ചിത്രം കണ്ടെത്താൻ പലരും. അത് ആ സമയത്ത് മാതൃദായ ക്രമത്തിന്റെ ആ സിംബോളിക് ആണെന്നാണ് പറയുന്നത്. അത്ര ഡീപ്പാണ് അത്ര ചിത്രം. രവിവർമ്മ വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും ഡീപ്പ് ഹിഡൻ മീനിങ് ഉള്ള മിസ്റ്റിക് ആയിട്ടൊരു ചിത്രമാണത്. അത് തന്നെയാണ് തന്ത്രത്തിൽ സംഭവിച്ചത്. ശിവനും വിഷ്ണുവും ഒക്കെ കൈയാടിയിരുന്നൊക്കെ ഈ അമ്മ ദൈവങ്ങളങ്ങ് പിടിച്ചെടുക്കരുത്. അതെങ്ങനെ പിടിച്ചെടുത്ത് വെച്ചാൽ ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇവരൊക്കെ അപ്രസക്തരാണ്. ആരാണ് എല്ലാ പ്രസക്ത? ഈ അമ്മയും സപ്തമാതൃക്കളുമാണ്. കാരണം ഇവരാണ് എല്ലാ യുദ്ധവും ജയിച്ചിട്ടുള്ളത്. ശുംഭനശുംഭന്മാരെയാണെച്ചാലും ദാരികരാണെച്ചാലും ഈ ഭാരതത്തിൽ പറയപ്പെടുന്ന എല്ലാ ഫോക്ലോർ ആയിട്ടുള്ള കഥകളാണെങ്കിലും ദേവി മഹാത്മ്യത്തിന്റെ കഥയാണെങ്കിലും ഇതിനൊക്കെ ജയിച്ചത് അമ്മയാണ്. അപ്പൊ അമ്മ ദൈവത്തെ വണങ്ങിയാൽ സർവ്വദേവതാ സ്വരൂപിണിയാണ് വണങ്ങുന്നതെന്ന് അർത്ഥം. അതിന് ഉദാഹരണം പറഞ്ഞാൽ ദേവി മഹാത്മ്യത്തില് ഈ എല്ലാ 33 ദേവകളും അവരുടെ ഓരോ അവയവമാവട്ടെ അല്ലെങ്കിൽ ആയുധമാവട്ടെ കൊടുത്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു, നമ്മൾ പറയില്ലേ കമ്പ്യൂട്ടർ വാങ്ങണ്ട, ഒരു ബ്രാൻഡും വാങ്ങണ്ട, അസംബിൾഡ് കമ്പ്യൂട്ടർ പോലെ ഉണ്ടാക്കിയതാണ് ചണ്ഡികയെ. അങ്ങനെ ചണ്ഡിക സർവാരാധ്യയായി തീർന്നു. മറ്റേത് ഉത്സവത്തെക്കാളും ശാരദ നവരാത്രിക്ക് പ്രാധാന്യം വന്നു. അതിന്റെ കാരണം എന്താണ്? ഇത് അൾട്ടിമേറ്റ്ലി പുരുഷന്റെ മേലെയുള്ള സ്ത്രീയുടെ വിജയമാണ്. പുരുഷൻ കാമത്തെ ഉപേക്ഷിച്ചാലും കാമത്തെ അനങ്കനായി ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ശക്തി.
എനിക്ക് തോന്നുന്നു ഗണപതി സൃഷ്ടിക്കപ്പെട്ടത് ദേവി ശിവനെ നോക്കിയിരുന്ന് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വരായ നമഃ. കാമേശ്വരന്റെ മുഖത്ത് നോക്കിയിരുന്ന് അതുപോലെ സങ്കല്പിച്ചിട്ടാണ് ഗണപതിയെ പ്രസവിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്. മുരുകൻ ഈ സ്ത്രീ സംബന്ധമില്ല, പൂർണ്ണമായും ശിവതേജസ്സാണ്, സ്ത്രീ സംബന്ധമില്ല ഉണ്ടായതാണ്. പക്ഷേ ശിവനെ സങ്കല്പിക്കാൻ പോലും ചെയ്യാതെ ദേവി ഉണ്ടാക്കിയ ഒരാളാണ് കാമദേവൻ. അപ്പൊ കാമദേവൻ ശക്തിയുടെ പുത്രന്റെ സ്ഥാനമാണ്. കാരണം അവൻ ഒരുത്തനാണ് ഇച്ഛാശക്തി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കാണുമ്പോൾ ഇവളെ വേളി കഴിക്കണം എന്ന് തോന്നുകയും വേളി കഴിച്ചാലുള്ള അവളോട് സംഗമം ചെയ്യണം തോന്നുകയും അതിൽ പ്രജ ഉണ്ടാവുകയും ചെയ്യണം. ഒക്കെ കാരണക്കാരിയാണുള്ളത്, കാരണക്കാരനില്ല. ശിവൻ എന്താ ചെയ്തത്? ഈ കാമദേവൻ ഇല്ലായ്മ ചെയ്യരുത്, ഇനി സൃഷ്ടി വേണ്ട എന്നാ വിചാരിച്ചത്. അപ്പൊ സൃഷ്ടി വേണ്ട, എക്സ്റ്റിങ്ഷനിൽ നിന്ന് മനുഷ്യരാശിയല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും രക്ഷിച്ചത് ശക്തിയാണ്. എങ്ങനെ? അനങ്കനിലൂടെ. അപ്പൊ അതിനെന്താ പ്രത്യോപകാരം ചെയ്യുക? ദേവിയെ ഇല്ലങ്ങളിൽ, വീടുകളിൽ കുടിയിരുത്തുക. അപ്പൊ ഉറപ്പായിട്ട് ഒരു കാര്യം ഉണ്ടാവും, അവിടെ പ്രജാനഷ്ടം ഉണ്ടാവില്ല, പ്രജകൾ ഇല്ലാതെ വരില്ല. കാരണം ശക്തി ശിവനെ കൂടാതെ തന്നെ കാമനെ പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ളവളാണെന്ന മൂലബോധമാണ് സത്യത്തിൽ കുലദേവത ആരാധനയുടെ തുടക്കം എന്ന് പറയാം. കാരണം കുലം ഉണ്ടാവണം ആദ്യം, എന്നിട്ടേ ദേവതയുള്ളൂ. ഇപ്പൊ കുലം ഉണ്ടാവണം, ക്ലാൻ അല്ലെങ്കിൽ നമ്മുടെ വംശം ഉണ്ടാവണമെങ്കിൽ, ആ വംശവൃദ്ധി ഉണ്ടാവണം വെച്ചാൽ അതിനൊരു മൂലസ്ഥാനത്ത് ദേവി ഉണ്ടാവണം എന്ന അർത്ഥം. അപ്പൊ ആ മൂലസ്ഥാനത്ത് ദേവിയാണ് ഈ വംശത്തെ ഉണ്ടാക്കുന്നത്. അപ്പം കുലദേവത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രജാസൃഷ്ടിക്കുള്ള കഴിവാണ് ഇതിൽ ആദ്യം പ്രധാനം. ആണത്തം, നമ്മൾ ആണത്തം എന്നാ പറയുക, ശരിക്കും അത് പെണ്ണത്തമാണ്, ആണത്തമല്ല. കാരണം പുരുഷൻ ആ ബീജത്തെ കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഒരു സെലക്ഷൻ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ടാണ് എടുക്കുന്നത്. അതൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ടൊരു ടെസ്റ്റാണ്. അതായത് ഏറ്റവും ഇതിൽ ശേഷിയുള്ളതിനെയാണ് അവൾ സ്വീകരിക്കുക, അവൾ ആകർഷിക്കുകയാണ്. ഏറ്റവും ശേഷിയുള്ളത് അവിടെ എത്തുള്ളൂ. ഇതിന്റെ പ്രതീകമായിട്ടാണ് ഈ പൂരക്കളിയിൽ നടക്കുന്ന, നിങ്ങൾ സൂക്ഷ്മമായിട്ട് എവിടെയും പോയി നോക്കിക്കോളൂ, ഏത് കാവിന്റെയും ചുറ്റുപാടുള്ള കർമ്മങ്ങൾ നോക്കിക്കോളൂ, അവിടെ എല്ലാം പുതിയ പ്രജാസൃഷ്ടിയുടെ അല്ലെങ്കിൽ വിത്തിട്ടന്റെ വിളവിന്റെ പിന്നെ വിജയത്തിന്റെ ഒക്കെ നാമ്പുകൾ ഓരോ കളി. ഇപ്പൊ ഞാൻ നേരത്തെ മണ്ണും ചാണകവും കുഴച്ച് കാമദേവൻ ഉണ്ടാക്കുന്ന മുതൽ ഉള്ള ഓരോന്നിലും നമുക്ക് തുടിച്ചുകുളി, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പാട്ടുകൾ എടുത്താൽ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പലരും പറയും ഭരണിപ്പാട്ട് തെറിയാണെന്ന്. തെറിയല്ല ശരിക്കത്. എന്താണത്? അനങ്കൻ ഈ കാമദേവൻ ചത്തുപോയപ്പോൾ, കാമദേവനെ ശിവൻ ഭസ്മീകരിച്ചപ്പോൾ രതി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം വേഴ്ചയുടെ ഭംഗം വരുമ്പോൾ സ്ത്രീ എന്തൊക്കെ പുലമ്പും. വേഴ്ചാഭംഗം വരുമ്പോൾ, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്താണ് സ്ത്രീ പുലമ്പുക? ആരോടാണ് ദേഷ്യം കാണിക്കുന്നത്? നല്ല അച്ഛനോടല്ല, നല്ല അച്ഛൻ ധ്യാനത്തിലാണ്. ശരി പറഞ്ഞാലും അങ്ങേര് കുഴപ്പമൊന്നുമില്ല. അമ്മയോടാണ് ഇത് പറയുന്നത്. അമ്മേ എന്റെ കല്യാണം മുടക്കുകയുണ്ട്, ഇത് പറയുന്നത് മുഴുവൻ തെറിയാണ്. പക്ഷെ അതിന്റെ സൂക്ഷ്മാർത്ഥം പ്രജാസൃഷ്ടിക്കുള്ള സ്ത്രീയുടെ ആവേശത്തെയാണ് അത് കാണിക്കുന്നത്. തെറിയല്ല. ആ വാക്കുകളുടെ സംസ്കൃത യോനി എന്ന് പറഞ്ഞ എല്ലാവരും കൈയടിക്കുക. അതിനെ നാടൻ മലയാളം പറഞ്ഞാൽ തെറിയായി. അപ്പൊ അത് അർത്ഥമില്ല. പിന്നെ ഈ ലളിതാ സഹസ്രനാമത്തിൽ യോനി എന്ന ശബ്ദം പ്രയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ യോനി ശബ്ദം പറഞ്ഞാൽ അത് നല്ല വാക്കും, അതിന്റെ നാടൻ പദം പറഞ്ഞാൽ മോശമാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നാടൻ റൂട്ടുകളെ മറന്നിട്ട് സായിപ്പന്മാരായതുകൊണ്ടാണ്. അത് തെറ്റാണ്. ഈ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ദേവി മഹാത്മ്യം പറയുന്ന കഥയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവിടെ ശുംഭനാവട്ടെ, നിശുംഭനാവട്ടെ, മഹിഷാസുരനാവട്ടെ, അല്ലെങ്കിൽ ചണ്ഡമുണ്ടാസുരന്മാരാവട്ടെ പുരുഷന്മാരാണ്. ആ അപ്പൊ ശുംഭൻ നിശുംഭൻ വന്നിട്ട് ശുംഭന്റെ പിന്നെ ദൗത്യവാഹകൻ ഒരു ദൂതൻ വന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്. ദേവിയെ പറയണം, ഇഷ്ടംപോലെ ധനമുണ്ട്, ദേവന്മാരൊക്കെ തോറ്റ് തുന്നം പാടി, ഇനി ഞാനാണ് പ്രപഞ്ചം ഭരിക്കാൻ പോകുന്നത്, എന്റെ കൊണ്ടാട്ടിയായിട്ട് വന്നോളൂ എന്ന് പറയാൻ വേണ്ടി ദേവി എടുത്ത് പറഞ്ഞയക്കുകയാണ്. ആ ദൂതനോട് പറയാണ് ശുംഭൻ, ഇനി അഥവാ അവള് വഴങ്ങിയില്ല, നല്ല വാക്കുകൊണ്ടൊന്നും വഴങ്ങിയില്ലെങ്കിൽ മുടുക്കി പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരാൻ പറയാണ് ദേവിയെ. അതിനുള്ള കൊടുക്കുന്ന മറുപടിയാണ് അവനെ ചതച്ചരച്ചു കളയും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മേൽക്കോയ്മ സമാജത്തിൽ എപ്പോഴാണോ വന്നിരിക്കുന്നത് അതിന്റെ പ്രതീകമായിട്ടാണ് മാതൃദൈവങ്ങളെല്ലാം. അവിടെ എപ്പോ ശിവനൊക്കെ ഒതുങ്ങിയിട്ടായിരിക്കുക, മഹാദേവനൊക്കെ ഒതുങ്ങിയ ഒരു സൈഡിലായിരിക്കും. നിങ്ങൾ ഈ 13 കാവിലും പോയി നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഈ 18 കാവിലും പോയി നോക്കിക്കോളൂ, അവിടെ ശിവൻ ഉണ്ടെങ്കിലും അവിടെ ദേവിയാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം അവിടെ വെച്ചിരിക്കുകയാണ്. വളരെ വളരെ സുസ്പഷ്ടമായ ഒരു കാര്യമാണ്. ഇവിടെ ഒന്നും മുരുകനില്ല, കാരണം മുരുകൻ ശിവന്റെ അടക്കമാണ്, ശിവന്റെ മാത്രം സൃഷ്ടിയാണ്. പക്ഷെ ഗണപതിയുണ്ട്. ഈ ഗണപതി എന്താണ്? ഗണപതി എന്താ കാണിക്കുന്നത്? ശരിക്കും പലരും പല കഥയും പറയും. ഗണപതിയുടെ എലി ഏതാണ്, മറ്റേതാണ്. എലി എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന ജീവിയാണ്.
ആനയും മുലയൂട്ടുന്ന ജീവിയാണ്. കരയിലെ ഏറ്റവും ചെറിയ സസ്തനി മുതൽ ഏറ്റവും വലിയ സസ്തനി, സ്ഥനം മുല, ഏറ്റവും വലിയ സസ്തനി വരെ ഒരു രൂപത്തിൽ കാണാമെങ്കിൽ അത് ഗണപതിയാണ്. അപ്പൊ ഗണപതിയും സത്യത്തിൽ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? മാതൃശക്തിയെ, മാതൃദായ ക്രമത്തെയാണ്. ഗണപതി നായരാണ്. കാരണം ഈ മാതൃദായ ക്രമം പാലിക്കുന്നവര് നായന്മാരാണ് ഒരു സമുദായം. ഞങ്ങൾക്കൊക്കെ അച്ഛനാണ് പ്രാധാന്യം. ഇത് വളരെ അപ്പൊ ഈ കുലദേവത ആരാധന ആരിലാണ് ഏറ്റവും പ്രബുദ്ധമായിരിക്കുന്നത്? മാതൃക്രമത്തെ ആരാധിക്കുന്നവരാണ് കൂടുതലായിരിക്കുന്നത്. ഏറ്റവും സുസ്പഷ്ടമായ കാര്യമാണത്. അപ്പം ഗണപതി എന്താണ് വെച്ചിരിക്കുന്നത്? ഗണപതി വേറെ ആരുമില്ല, ശക്തി തന്നെയാണ്. എന്താ കാരണം? മുലയൂട്ടുന്ന ഏറ്റവും ചെറിയ ജീവി എലി, ഏറ്റവും വലിയ ജീവി ആന. അത് രണ്ടിനെ ഒരിടത്ത് കാണിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഡിനോട്ട്സ് മദർഹുഡ് ഇൻ എവ്രി ബീയിങ് ഓൺ എർത്ത്. ശരിക്കും പറഞ്ഞാൽ അതിലെല്ലാം ഇരിക്കുന്ന ശക്തിയാണ്. അപ്പൊ ഗണപതി ഉപാസിക്കാൻ ആദ്യം എന്ന് പറയാൻ കാരണം എന്താ? അവിടെ അറിയാതെ നമ്മൾ വണങ്ങുന്നത് അമ്മയെയാണ്. ആനയിലെ അമ്മയെ, എലിയിലെ അമ്മയെ, പൂച്ചയിലെ അമ്മയെ, പട്ടിയിലെ അമ്മയെ ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. റെപ്രസെന്റേഷൻ ആണ്. അത് എങ്ങനെയാ വന്നിരിക്കുന്നത്? അച്ഛൻ തല വെട്ടിക്കളഞ്ഞതാണ്. അവിടെയും തോൽവി അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ തോൽവിയും അമ്മയുടെ വിജയവും ആഘോഷിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയരാണ്. അത് നെഗറ്റീവ് അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ സൂക്ഷ്മമാണ്, ഒരു നല്ല നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ അച്ഛനും അമ്മയും വേറെയല്ല, രണ്ടും ഒന്നാണ്, പാലിലെ പഞ്ചസാര കലക്കിയവളാണെങ്കിലും ഈ മാതൃക്രമത്തിന് ശക്തി വരുത്തുക. ഈ അസുരന്മാരൊക്കെ നോക്കും, അവിടെയൊക്കെ എല്ലാത്തിനും അടിച്ചു തറക്കുകയാണ്. എല്ലാ ശുംഭനും നിശുംഭനും ഏവം വന്നാലും ഈ 7 അമ്മമാരും കൂടി ഈ ശുംഭൻ കളിയാക്കുന്നുണ്ട്, നിനക്ക് ഈ സപ്തമാതൃക്കൾ ഇല്ലാതെ എന്നോട് നേരിടാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഉടനെ ഈ സപ്തമാതൃക്കളെ ദേവി തിരിച്ചെടുക്കുകയും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തോൽപ്പിക്കുകയും ചെയ്യുകയാണ്. സിംഹവാഹിനിയായിട്ട് അവതരിപ്പിക്കുന്ന ദേവി ചണ്ഡിക. ആ ചണ്ഡികയുടെ സിംഹം ശിവനാണെന്നാണ് പറയുന്നത്. അതായത് മേലെ ഇരിക്കുക, പഞ്ചപ്രേത പഞ്ചാധിശായിനി, ഈ സദാശിവനാകുന്ന തൽപ്പത്തിലിരിക്കുക, സ്ത്രീ പുരുഷന് മേലെ ഇരിക്കുക, പുരുഷനെ വാഹനമാക്കുക. ഇതൊക്കെ ഇന്നത്തെ മോഡേൺ ഫെമിനിസ്റ്റിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും സൂക്ഷ്മമായി വരച്ചു വെച്ചിട്ടുള്ള ഒരു ആചരണ രീതി ഉള്ളത് ഈ ഭാരതത്തിൽ മാത്രമാണ്. അതാണ് കുലദേവത ആരാധന. അതിന്റെ ഏറ്റവും ബാഹ്യപ്രകടനമാണ് ആറ്റുകാല പൊങ്കാല. നമുക്ക് കണ്ടാൽ അറിയാം, സ്ത്രീകൾ മാത്രം വരുന്നു. കാമദേവനാണ് അവിടെ സത്യത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ ഒരു കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. ഞാൻ വയലിൽ വിത്ത് വിതച്ചു, എന്റെ കാമം എന്താണ്? നിറച്ചും എനിക്ക് വിളവുണ്ടാവണം. ഞാൻ എൻട്രൻസ് പരീക്ഷ എഴുതി, എന്റെ കാമം, എന്റെ ആഗ്രഹം എന്താണ്? ഞാൻ വിജയിക്കണം എന്നാണ്. അപ്പൊ എല്ലാത്തരം കാമത്തെയും പൂരിപ്പിക്കുന്നതാണ് പൂരം. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം ഇല്ലത്ത് അല്ലെങ്കിൽ തറവാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ വടക്കിനിയിലോ പടിഞ്ഞാറ്റിനിയിലോ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് അഗ്നി സൂക്ഷിച്ചിട്ടുണ്ടാവും. വടക്കിനിയിലാണ് അഗ്നി സൂക്ഷിക്കുന്നത്. ആ അഗ്നിയുടെ ചുറ്റുവട്ടവും നമ്മൾ ഒരു പക്ഷെ ഗണപതിയെയോ അല്ലെങ്കിൽ ദേവിയെയോ ശിവനെയോ അല്ലെങ്കിൽ പൂർവിക കിട്ടിയ ഏതേ ദേവതയോ ആരാധിക്കുന്നുണ്ടാവും. അല്ല, സാധാരണ വീടുകളാണ്, ഫ്ലാറ്റിലാണ്, ഒന്നും വിചാരിക്കേണ്ട. കന്നിമൂല സ്ഥാനമുണ്ട് തെക്ക് പടിഞ്ഞാറ് വരുന്ന ഭാഗം, അവിടെ ആയാലും മതി. നമ്മുടെ കുലദേവതയെ ഓർത്തുകൊണ്ട് ഒരു വിളക്ക് വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ അത് വലിയ കാര്യമാണ്. ദേവി മഹാത്മ്യം വായിക്കുന്നത് വലിയൊരു പരിഹാരമാണ്. ഞാൻ പറയുന്ന ആ ക്ഷേത്രം പൊളിഞ്ഞു കിടന്നാലും ദേവത വായിച്ചാണെന്നല്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യണം. പുനരുദ്ധാരണത്തിന്റെ പേരില് കാവിനെ പിടിച്ചിട്ട് ക്ഷേത്രമാക്കരുത്. കാവായി തുടരണം. മരങ്ങൾ വേണം, വൃക്ഷങ്ങൾ വേണം, അത് ആകാശം കണ്ടിരിക്കണം. അതിനെ കൊണ്ടുപോയിട്ട് അവിടെ അമ്പലം കെട്ടി സിമന്റ് വിട്ട് മുമ്പിൽ ടൈൽസ് ഒട്ടിച്ചിട്ട് ഒരു ഭണ്ഡാരം വെച്ച് പോകരുത്, ചെയ്യരുത്. പൂർവികമായ ആരാധന എന്തായിരുന്നോ അത് നല്ല രീതിയിൽ തുടരണമെന്ന് മാത്രം. കുടുംബത്തിലെ എല്ലാവർക്കും കിട്ടുന്ന ഗുണങ്ങളും അവിടെ നിന്നാണ്. അതാണ് മൂലസ്രോതസ്. വേരിന് വെള്ളം, എന്റെ അമ്മ എപ്പോഴും പറയും, വേരിന് വെള്ളം ഒഴിച്ചാൽ അത് എല്ലാ ശിഖരങ്ങളിലും ഇലകളിൽ എത്തിക്കോളും. ഓരോ ഇലയിലും ഒഴിക്കാൻ നിൽക്കേണ്ടതാണ്. അനേകം ദേവതകളുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട. കുലദേവതയെ ഒന്നിനു വെള്ളം ഒഴിച്ചാൽ, ചെയ്യേണ്ടത് ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവരും എത്തിക്കോളും അതിന്റെ ഗുണം. അതുകൊണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവരും കുലദേവതയെ പക്ഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ പോയിട്ട് അവർക്ക് വേണ്ടത് ചെയ്ത് ഉപാസിക്കണം. വിധാനം മാറ്റാൻ പാടില്ല. അവിടെ ബലി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴും ബലി കൊടുക്കണം. അവിടെ ബലി കൊടുത്തിരുന്നില്ലെങ്കിൽ പുതിയ ബലി തുടങ്ങരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ കാര്യത്തിൽ. അപ്പം അടിസ്ഥാനപരമായിട്ട് പ്രജകളെ സൃഷ്ടിക്കുക, അവർക്ക് അംഗവൈകല്യം ഇല്ലാതിരിക്കുക, അവർക്ക് ഉണ്ണികൾ ഉണ്ടാവുക, അങ്ങനെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയാണ് കുലദേവതയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ആരും പറയാതെ വിടുന്ന കാര്യമാണ്. കാരണം ആൾക്കാർക്ക് ലൈംഗികത എന്നൊക്കെ പറയുമ്പോൾ തന്നെ പേടിയാണ്. ലൈംഗികത എന്ന് പറയാൻ പാടില്ല, ഗർഭപാത്രം എന്ന് പറയാൻ പാടില്ല, ബീജം എന്ന് പറയാൻ പാടില്ല. സദാചാര കമ്മിറ്റിക്കാരാണ്. അവർ മനസ്സിലാക്കുന്നില്ല കുലദേവതയിലെ കുല ശബ്ദം സ്വന്തം കുലത്തെയാണ് കാണിക്കുന്നത്. മക്കളുണ്ടായില്ലെങ്കിൽ കുലമില്ല. കുലം ഉണ്ടാവണമെങ്കിൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ കാമം വേണം. കാമം വേണമെങ്കിൽ കാമദേവൻ പ്രീതിപ്പെടണം. ആ കാമദേവൻ പ്രീതിപ്പെടാൻ വേണ്ടി തന്നെയാണ് പൂരക്കളിയും പൂരപ്പാട്ടും
എല്ലാം ഉണ്ടാവും. അപ്പോൾ ദേവിയാണ് പ്രത്യക്ഷത്തിൽ ആരാധിക്കുന്നെങ്കിലും അവിടെ സബ്സിഡറി ആയിട്ട് അതിന്റെ ഫലം എന്ന് പറയുന്നത് അനങ്കന്റെ പ്രസാദം ഉണ്ടാവുകയും, ഈ അനങ്കം പ്രസാദം ഇപ്പൊ എല്ലാവരും വിചാരം ഈ കാമദേവൻ എന്ന് പറഞ്ഞ ഉടനെ സെക്സ് ആണെന്നാണ്. അങ്ങനെയല്ല. ഒരു വീട്ടിൽ അച്ഛനും മക്കളും തമ്മിൽ സ്നേഹമാണ്, സഹോദരി സഹോദരന്മാർ തമ്മിൽ നല്ല സ്നേഹമാണ്, ഭാര്യയും ഭർത്താവും നല്ല ഐക്യമാണ്. ഇതെല്ലാം കാമദേവന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ചിന്തിക്കാം. കാരണം വെച്ചാൽ കാമദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം ഒട്ടിക്കുന്ന ആ ഗ്ലൂ ആണ്. അതായത് നമ്മളെല്ലാം അതത് സ്ഥാനങ്ങളിൽ നമ്മളെല്ലാം സ്നേഹത്തോടെ പിടിച്ചു നിർത്തുന്ന ആ ഗ്ലൂ ആണ്. അത് പോയാൽ കുടുംബം ഛിദ്രമായി. എപ്രകാരമാണോ ശിവനിൽ നിന്ന് ദേഷ്യം കൊണ്ട് കാമദേവൻ അപ്രത്യക്ഷമായപ്പോൾ ലോകം മുഴുവൻ നിശ്ചലമായി പോയത്, അതുപോലെ ഓരോ കുടുംബത്തിനും സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അനങ്കനെ പുനഃസൃഷ്ടിച്ച മഹാദേവിയെ കാളിയായോ താരയായോ ചിന്നമസ്തയായോ ബഹളാമുഖിയായോ പിന്നെ മാതങ്കിയായോ അല്ലെങ്കിൽ ഭുവനേശ്വരിയായോ അല്ലെങ്കിൽ ഇനി മൂകാംബികയിൽ ആരാധിക്കപ്പെടുന്ന ത്രിപുര ഭൈരവിയാണ്, ത്രിപുര ഭൈരവിയായോ ഏത് രീതിയിൽ ഉപാസിക്കും. പക്ഷെ അത് പൂർവികർ എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യണം. അതിനിപ്പോ ഒരു കുരുളങ്കല്ല് മാത്രമായിരിക്കും, പക്ഷെ അതിനെ സങ്കല്പിക്കുകയാണ് നമ്മൾ. കാവ് എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ള ഒരു കാട് തന്നെയാണ്, ചെറിയൊരു കാട്. അതിൽ നമ്മുടെ ഒരു ഓൺ ഓക്സിജൻ പാർലർ ആയിരുന്നു അന്ന്. ഇപ്പൊ നമുക്ക് പോയി ആ കാവ് നഷ്ടപ്പെട്ടു, ഇപ്പൊ ക്ഷേത്രങ്ങളെല്ലാം എടുത്തു. എങ്കിലും ഉള്ളതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മിക്കവാറും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ കേരളത്തിലെ 13 കാവുകളിലും 18 പിന്നെ കരിങ്കാളി കാവാണ്, 18 കരിങ്കാളിയാണ് 18 കാവ് വള്ളുവനാട്ടിലുള്ള. അവിടെയും പോയി നോക്കൂ. അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ നിങ്ങൾ അതിനോട് അനുബന്ധിച്ച് ചടങ്ങുകൾ കാണാൻ പറ്റും. ഇപ്പൊ കുലദേവത ആരാധന എന്ന് പറഞ്ഞാൽ കേവലം ഒരു ദേവിയോ ദേവനെ ആരാധിക്കുക എന്നുള്ളതല്ല. ആ ദേവീ ദേവൻ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് പ്രജകളെ നിലനിർത്താനുള്ള കഴിവ്, നമ്മുടെ തൊഴിൽ അത് കൃഷിയാണെങ്കിലും അല്ലാത്താണെങ്കിലും അഭിവൃദ്ധിപ്പെടാനുള്ള കഴിവ്, നമ്മുടെ ബുദ്ധി നേരെ ആയിരിക്കണം. അതാണല്ലോ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സർവമംഗള മാംഗല്യം, എല്ലാ മംഗളകരമായതിനും മംഗളകരം. അപ്പൊ ശിവതര എന്നർത്ഥം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളകരമായതിന്റെയും മംഗളകാരണിയായിട്ടുള്ള ശിവനും മംഗളകാരണിയായിട്ടുള്ള ശക്തി എന്റെ എല്ലാ കാമങ്ങളെയും സർവാർത്ഥങ്ങളെയും എന്റെ ധനത്തെയും എല്ലാം തന്നെ എന്നെ അനുഗ്രഹിക്കുന്നതാണ്. മനക്കാമനകളെ എല്ലാം പൂർത്തീകരിക്കുന്നതാണ്. പൂർത്തീകരിക്കുന്നതാണ് പൂരം. നിത്യേന ഒരു ദിവസം വീട്ടിൽ വിളക്ക് കൊളുത്തി ദേവി മഹാത്മ്യം ജപിക്കുകയോ ലളിതാ സഹസ്രനാമം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ സത്യമുള്ള ഒരു പൂരം നടക്കുകയാണ്. ആ പൂരം എന്താണ്? നമ്മൾ എന്നോ വിട്ടുപോയ കണ്ണി നമ്മൾ വീണ്ടും പൂരിപ്പിക്കുകയാണ്. ആ പൊക്കിൽ കൊടി, പെറ്റമ്മയുടെ പൊക്കിൽ കൊടി മുറിക്കാം, കുലദേവനായിട്ടുള്ള പൊക്കിൽ കൊടി മുറിക്കാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല. ഈ തലമുറ മുറിച്ചാൽ അടുത്ത തലമുറ അനുഭവിക്കും, തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അത് യാതൊരു സംശയവും. ഇതിന്റെ ശക്തി അനന്തമാണ്. തിരിച്ചറിയാതിരിക്കുന്നവർക്കാണ് നഷ്ടം. തിരിച്ചറിഞ്ഞ് വേണ്ടതുപോലെ അത് പൂരിപ്പിച്ചാൽ, റീകണക്ട് ചെയ്താൽ കുലദേവതയെ പോലെ അനുഗ്രഹിക്കുന്ന മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. കുലദേവതയും ധർമ്മദേവും അതല്ലെങ്കിൽ അടിമക്കാവ് ഇതെല്ലാം തമ്മിൽ ഇത് രണ്ടെല്ലാം ഒന്നാണോ രണ്ടും പലതുമാണോ? ധർമ്മം തന്നെയാണ് കുലദേവ, ധർമ്മദേവത തന്നെ കുലദേവം എന്ന് പറയുന്നത്. പരദേവത എന്ന് പറയുമ്പോൾ അവിടെ രാജവംശങ്ങൾ കൊണ്ടിട്ട് നാട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വലിയ ദേവതകളെ പരദേവത പൊതുവെ പറയും. ഈ ഏറനാടിന്റെ പരദേവത അല്ലെങ്കിൽ വള്ളുവനാടിന്റെ പരദേവത എന്ന് അത് ഭരിക്കുന്ന ദേവത ഭരദേവത, എല്ലാത്തിനും ഭരിക്കുന്ന ദേവതയാണ്. അത് രാജാക്കന്മാരോട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഇല്ലങ്ങളിൽ കുടുംബങ്ങളിൽ വരുമ്പോൾ അതിന് നമ്മൾ കുലദേവത എന്ന് പറയുന്നത് മാത്രം. ഒന്ന് തന്നെയാണ്, അതിന്റെ മറ്റൊരു വിവക്ഷ എന്ന് മാത്രം. അടിമക്കാവുന്ന എല്ലാം അതൊക്കെ നമ്മുടെ അടിമ കടത്തിയ കാവാണ്. നമ്മുടെ പ്രപഞ്ചം, നമ്മുടെ തലമുറയിൽ നിലനിർത്തുന്ന എല്ലാം കുലദേവത ബന്ധപ്പെട്ട തന്നെയാണ്. ഒന്ന് തന്നെയാണ്, ഒന്നിന്റെ തന്നെ പല രീതിയിലുള്ള ആചരണം എന്ന് പറയാം. ഇപ്പൊ ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ധർമ്മദേവം ഈ പറഞ്ഞ പോലെ അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. ധർമ്മദേവം എന്ന് പറയുന്നത് തിരുമാനൂരിൽ അമ്മയാണ്. പക്ഷെ കൂടാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പൂർവികർ ഒരു കാരണം ഒരു പീഠത്തിൽ ഒരു ഭുവനേശ്വരി സങ്കല്പത്തിൽ ഒരു ദേവിയെ ആവാഹിച്ച് മച്ചിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോ തിരുമാനാംകുന്നിൽ അമ്മയും ഈ ഭുവനേശ്വരി അമ്മയും നമ്മൾ രണ്ടും ആരാധിക്കണോ? എന്താണ്? രണ്ടും വേണം. തിരുമാന്താംകുന്നിൽ അമ്മയെ പക്ഷത്തിലോ മാസത്തിലോ നിത്യേനെ പോയി തൊഴാം. വീട്ടിൽ പക്ഷെ ഇതേപോലെ ഭുവനേശ്വരി ആരാധനയും വേണം. രണ്ടും വേണം. രണ്ടും നമ്മളെ നിലനിർത്തുന്ന ശക്തികളാണ്. തിരുമാന്താംകുന്നിൽ അമ്മ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാണ്, 8 കൈകളുള്ള ഭദ്രകാളിയാണ്. ഞാനിത് അനേകം പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആളുകളെ സജസ്റ്റ് ചെയ്ത് അവർക്കും പഠിപ്പിച്ചു കൊടുക്കാം. നോർത്ത് അമേരിക്കയിലുള്ള ഡോക്ടേഴ്സിന് വരെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരൊക്കെ കേരളത്തിൽ പോയവർ അധികം പേർക്കും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, സർവ്വദേവതാ സ്വരൂപിണിയാണ് ചണ്ഡിക. കുലദേവത ഏതാണെന്ന് അറിയാത്തവർക്കും അറിയുന്നവർക്കും ചണ്ഡികയെ പ്രീതിപ്പെടുത്തുന്നത് ആവശ്യമാണ്. നമ്മുടെ ദേവി മഹാത്മ്യം ജപിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അത് അഷ്ടമി മുതലുള്ള പൗർണമി വരെയുള്ള ദിവസങ്ങൾ അവർ ജപിക്കുക. അങ്ങനെ കുറച്ചായിട്ട് ജപിക്കുക. അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുക. ഏറ്റവും ഉചിതം ദേവി മഹാത്മ്യമാണ്. കാരണം ഇത് കാളി സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടാണ്, കുലദേവത ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഒരുപാട് പേർക്ക് വിധാനം എങ്ങനെയാണ് സുഷ്ഠുവായിട്ട്
ദേവി മഹാത്മ്യ ജപം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അന്ന് പരീക്ഷയാണെന്നുള്ളത് മുടക്കരുത്. അടുത്ത അഷ്ടമി വരുമ്പോൾ കുലദേവതയെ ഓർത്തുകൊണ്ട് ദേവി മഹാത്മ്യം അവർ എവിടെയാണോ ഇരിക്കുന്നത്, ന്യൂസിലാൻഡിലാണെങ്കിലും ചെയ്യണം. അറിയില്ല എന്ന് പറയുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദേവി മഹാത്മ്യ പാരായണം ഒരു വലിയ പരിധി വരെയുള്ള പരിഹാരമാണിത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കുലദേവത ആരാധന മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിങ്ങനെ പല ആൾക്കാരും ജ്യോത്സ്യന്മാരുടെ കാര്യം പറഞ്ഞു വിദ്യാസാഗർജി. അപ്പൊ നമ്മൾ കുലത്തിൽ ഒരാൾ തന്നെ ഇത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ജ്യോത്സ്യന്മാരൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ പറയും പണ്ടത്തെ കാരണവന്മാര് എന്ത് രീതിയിലാണ് ഇത് ചെയ്തത് നമുക്ക് മുഴുവൻ അറിയില്ല, അതുകൊണ്ട് ബ്രാഹ്മണരെ വിളിച്ച് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പൂജ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാണോ അതിന്റെ ശരിക്കുള്ള രീതി? ഇത് കുലത്തിൽ ഉണ്ടായ ആൾക്കാർ തന്നെ ചെയ്യണ്ടേ, എന്നാലല്ലേ അതിന്റെ ഗുണം കിട്ടും? അതൊരു സംശയമാണ്. പെറ്റമ്മ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾ അമേരിക്കയിലാണ്, അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ അടുത്ത ഇല്ലാത്ത നമ്പൂരിയെ വിളിക്കുക. ബ്രാഹ്മണർ പൂജ ചെയ്യേണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങളുടെ കുലദേവതയെ നിങ്ങളിൽ ഒരാൾ തന്നെ സംരക്ഷിക്കണം. അതാണ് ഏറ്റവും ഉചിതം. മറ്റത് ഓൾഡ് ഏജ് ഹോമിൽ ഏർപ്പെടുത്തുന്ന പോലെയാണ്. ആഹാരമൊക്കെ കിട്ടും, പക്ഷെ പ്രീതി ഉണ്ടാവും എന്നറിയില്ല. ആഹാരമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ പ്രീതി ഉണ്ടാവും എന്നറിയില്ല. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ചെറുവനോ പുലയനോ നായരോ നമ്പൂരി നിങ്ങളുടെ കുലത്തിൽ ആചരിച്ചത് നിങ്ങൾ തന്നെ കൊണ്ടു നടക്കുക. ബ്രാഹ്മണർ വന്ന് പൂജ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഓൾഡ് ഏജ് ഹോമിൽ ഏൽപ്പിച്ചവരാണത്. എല്ലാം കൃത്യമായിട്ട് കിട്ടും, മരുന്ന്, ആഹാരം. പക്ഷെ അമ്മ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ ഇല്ല, മക്കളെ ഓർത്ത് എപ്പോഴും കരയുന്നുള്ളതാണ്. ഇതൊരു വളരെ ലൈവായിട്ടുള്ള സജീവമായിട്ടുള്ള മൂർത്തിയാണ്, അത് മറന്നു പോരുത്. അതിന് വേണമെങ്കിൽ ബ്രാഹ്മണരോട് ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം. അത് എങ്ങനെയാണ് ഈ ദേവതയ്ക്ക് ചെയ്യേണ്ടത് ചോദിച്ച് ഒരാൾ പഠിക്കുക, കുടുംബത്തിൽ നിന്ന് 1-2 പേര് പഠിക്കുക, അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ എനിക്ക് അത്ര തൃപ്തിയില്ല. എന്നുവെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ ഞങ്ങളാരും തന്നെ മറ്റുള്ളവരുടെ കുലത്തിൽ പോയിട്ട് ഇടപെട്ട് അവരെ പോയിട്ട് ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ടാവും, പണത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അപ്പോഴും അവരും പറയും, നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ തലമുറയുള്ളവരാണെങ്കിലും വലിയ 2 ആളെങ്കിലും പഠിച്ചു വെക്കുക. ഒരാൾക്ക് പഠിക്കാറില്ലേ മറ്റേ ആ നാട്ടിലുള്ള ആളുണ്ടാവണം, അയാൾ പോയിട്ട് ചെയ്യണം അത്. അപ്പൊ കാരണം സ്വന്തം അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്ന പോലെയാണ്. ബ്രാഹ്മണർ ചെയ്യില്ല എന്നല്ല, അവർക്കറിയാം. പക്ഷെ അതെങ്ങനെയാണ് മറ്റൊരാളുടെ അമ്മയെ വെച്ചാലും പെറ്റമ്മയെ പോലെ ആവില്ലല്ലോ. കേരളത്തിൽ ഏതായാലും പലരും പലതും പറയുണ്ടെങ്കിലും എനിക്കറിയില്ല ഓരോന്നിന്റെ ഓതോറിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന വിഷയങ്ങൾ, തറവാട്ട് പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹൃദയവിദ്യ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് വേദം, തന്ത്രം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ വേണ്ടപ്പെട്ട, അതായത് വന്നു കഴിഞ്ഞ് ഇന്ത്യൻ 1 to 1 ആണ്. ഇത് ഒരു കൂട്ടത്തിനല്ല, കാരണം ഇത് ഇഫക്റ്റീവ് ആവണ്ടേ. 1 to 1 ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉള്ളത് പറയാലോ, ഞാൻ തന്നെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഉദ്ദേശിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കോമൺ ആയിട്ട് വന്നിട്ട് പഠിച്ചു പോകാൻ വേണ്ടി. അതിനൊന്നും നമ്മുടെ ഹിന്ദു സമുദായം അതിനൊന്നും താല്പര്യമില്ല. ഭാഗവതം നടത്തുക, 50 ലക്ഷം മുടക്കുക, 1 കോടി മുടക്കുക, തെറ്റല്ല പറയണത്. എല്ലാ കാര്യവും നടക്കണ്ടേ. ലോപ്പ് സൈഡഡ് ആയിട്ടാണ് ഇപ്പൊ ഹിന്ദു കമ്മ്യൂണിറ്റി പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ദോഷം അനുഭവിക്കുന്നുമുണ്ട്. അതാ കാര്യം. എനിക്കറിയാവുന്ന വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ്.